കളിയാടും കാറ്റിന്റെ കയ്യിൽ വീണു കുളിരോട് കുളിരങ്ങും തൂകി നിന്നു ഇരുമയാണെങ്കിലും ജീവനൊന്നായി നിറമുള്ള സ്വപ്നങ്ങൾ പൂവിടും നാൾ പെൺകിളി കാത്തിരുന്നു തന്നന്നം താരന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു നാളിയാടി വനവേടൻ വീശിയ വലയിൽ വീണു മണിമുത്തുമുള്ളിൽ ഞെരിഞ്ഞു താണു ഒരു കുഞ്ഞുമെഴുതിരി ഉരുകും പോലെ കരയുമ പെൺകിളി കാത്തിരുന്നു പെൺകിളി കാത്തിരുന്നു തന്നന്നം താനന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു നാളിലാടി ഒന്നിച്ചു രണ്ടോമൻ പൈങ്കിളികൾ ഒന്നാനാം കുഞ്ഞിന്റെ ഓമനകൾ കാടിന്റെ പിന്നിലികൾ തന്നന്നം താനന്നം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു നാളിലാടി അയാളെ കണ്ടിട്ട് പാവം തോന്നുന്നു ഫാദർ. രാവിലെ തൊട്ട് നടക്കുന്നതാ, ഒരു വണ്ടിയും കിട്ടിയില്ല. തല കറങ്ങി വഴിയിലിരുന്ന് പോയി. എന്നെ കൂടെ ഒന്ന് കയറ്റുമോ? പോണ വഴിയിൽ എവിടെയെങ്കിലും ഇറക്കി വിട്ടാൽ മതി, വലിയ ഉപകാരമാവും. എന്നാ കയറിക്കോളൂ. അങ്ങോട്ടിരുന്നോളൂ. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മോക്ക് എവിടെ ഇരിക്കാമോ? ഞാൻ അവിടെ ഇരുന്നോട്ടെ. എന്നാ ജനലിന് അടുത്തേ ഇരിക്കുള്ളൂ എന്ന് പല നിർബന്ധമുണ്ടോ? അതുകൊണ്ടല്ല ഫാദർ, ഞാൻ സാരമില്ല, എവിടെയായാലും മതി. ഇവിടെ ഇരുന്നോളൂ.
ഒരു കാര്യം ചോദിക്കട്ടെ? ആനയില്ലേ, ആന? അതെ. മഴ പെയ്യുമ്പോ ആന എന്താ ചെയ്യാ? ആനയോ? അതെ. യു മീൻ ദി എലിഫന്റ്? അവന്റെ ഒരു ഇൻക്രീസ്. ചോദിച്ചതിന് ഉത്തരം പറയടാ ശരി. മഴ പെയ്യുമ്പോ ആന എന്താ ചെയ്യാ? ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാ മതിന്നേ. അമ്മണിക്കറിയാമോ? ഫാദർ, മഴ പെയ്യുമ്പോ ആന എന്താ ചെയ്യാ? What? What does the elephant do when it rains? The elephant? മഴ പെയ്യുമ്പോഴോ? മഴ പെയ്യുമ്പോ വിചിത്രങ്ങളെ എഴുന്നേൽക്കില്ല. വേറെ നിങ്ങളിലെ ചോദിക്കാൻ. സച്ച് എ സില്ലി ക്വസ്റ്റ്യൻ. ആരായി ചോദിച്ചത്? അയ്യോ, ഞാനല്ല. തങ്കച്ചനല്ലേ? ഞാൻ വിചാരിച്ചു. കുട്ടിക്കറിയോ മഴ പെയ്യുമ്പോ ആന എന്താ ചെയ്യാന്ന്? എന്ത് ചെയ്യാനാ? നനയ്യ. ഇറ്റ് ഗെറ്റ്സ് വെറ്റ്. എന്തുട്രാ? എന്തുട്രാന്ന്? ഒന്നുമില്ല. വയറ്റുവേനുണ്ടോ? പിന്നെ എന്തുട്രാ കിടന്ന് ഞെരിപിരി കൊള്ളണേ? എനിക്ക് ഒന്നിന് പോണം, മുട്ടിട്ട് വയ്യ. അത്രേ ഉള്ളോ? ഫാദർ റഹീമിന് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നേ. ഗംഗാധരാ, എന്തോ? ഒന്ന് നിർത്തിക്കൊടു മോനെ. വേഗമാകട്ടെ. എനിക്കും പോണം. എനിക്കും 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 പോണം. ഈ റഹീമിന് മുട്ടപ്പോ എല്ലാവർക്കും മുട്ടില്ലേ? അതെന്തൊരു മുട്ടലാ? എല്ലാരും ഇറങ്ങിയ സ്ഥിതിക്ക് ഇനി ഇപ്പൊ ഞാൻ മാത്രം വിട്ടതിനെ വേണ്ട നോക്കണേ. അല്ല ടീച്ചറെ, ഇപ്പോഴത്തെ കുട്ടികളുടെ ഓരോ കുസൃതി ചോദ്യങ്ങളെ മഴ പെയ്യുമ്പോ ആന എന്താ ചെയ്യത്രേ? ടീച്ചറിനറിയാമോ? അതിനെപ്പറ്റി തന്നെ ഞാനും ആലോചിച്ചോണ്ടിരിക്കുന്നേ. ആരാ ഇപ്പൊ മഴയത്തിറങ്ങി ആന നോക്കാൻ പോയിരിക്കുന്നത്? ആന എന്ത് ചെയ്യാനാ? ഏതായാലും കുട പിടിക്കാൻ പോകുന്നില്ല. പോവാ. സില്ലി എന്ന് പറഞ്ഞാ എലിഫന്റ് സില്ലി. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ മണ്ട ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. എന്താ പേര്? ഉണ്ണികൃഷ്ണൻ. ബസ് കയറിയപ്പോ തൊട്ടേ ഞാൻ ഉണ്ണികൃഷ്ണനെ ശ്രദ്ധിക്കുകയാണ്. മൂടി കിട്ടിയ മുഖം, എപ്പോഴും ഒരു ആലോചന, എങ്ങാണ്ടോ നഷ്ടപ്പെട്ട മനസ്സ്. എന്താ ഇത്ര വലിയ അസ്വസ്ഥത? പറയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറയൂ. എന്റെ ഒരു രീതി എങ്ങനെയെന്ന് വെച്ചാൽ, മനസ്സിന് എന്തെങ്കിലും വിഷമം തോന്നിയാൽ ആരോടെങ്കിലും തുറന്നു പറയണം. പരിഹാരം ഉണ്ടായാലും ഇല്ലെങ്കിലും. ആ ശരി, പോട്ടെ. എവിടേക്കാ യാത്ര? എവിടെ ഇറങ്ങണം? അത് പറഞ്ഞില്ലല്ലോ. ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. എവിടേക്കാണ്? എനിക്കറിഞ്ഞൂടാ ഫാദർ. ഉത്തരം വിശേഷമായി. അവരവർക്ക് പോകേണ്ടത് എവിടേക്കാണെന്ന് നിശ്ചയമില്ലെന്ന്. അത് പോട്ടെ, എവിടെ നിന്നാ വരുന്നതെന്തെങ്കിലും നിശ്ചയമുണ്ടോ? എവിടുന്നാ? ജയിലിൽ നിന്ന്. ജയിലിൽ നിന്ന്? അതെന്തിനാ മനുഷ്യ നിങ്ങൾ അവിടെ പോയത്? പോയതല്ല, കൊണ്ടുപോയതാ. എന്ന് വെച്ചാ? ഞാനൊരു ജയിൽ പുള്ളിയായിരുന്നു. യു മീൻ യു ആർ പ്രസിഡർ? അതിന് ഉണ്ണികൃഷ്ണൻ എന്ത് കുറ്റമാണ് ചെയ്തത്? ഞാനൊരാളെ കൊന്നു. എന്താ ഇവിടെ എല്ലാരും പോയിരിക്കും? ചുമ്മാ തമാശ പറഞ്ഞാണല്ലേ, ഒന്ന് വരട്ടാൻ. അല്ല, സത്യം. പക്ഷെ നിങ്ങളെ കണ്ടാൽ നിങ്ങളൊരു കൊലപാതകയാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ സ്വപ്നത്തിൽ പോലും ആഗ്രഹിച്ചിരുന്നതല്ല. പക്ഷേ വിധി വേണ്ടി വന്നു. മീശയും താടിയും പഠിച്ചു കളഞ്ഞ് ലോഹയിട്ടാൽ ഒരു വൈദികനാണ് നിങ്ങളൊരു കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ സംഭവിച്ചു? ക്രിസ്ത്യാനി അല്ലെങ്കിലും മനുഷ്യനല്ലേ, കുമ്പസാര കൂടാണെന്ന് കരുതണ്ട. അവനവനോട് തന്നെ പറയുകയാണെന്ന് കരുതുക. മനസ്സിനൊരു റിലീഫാകും. ഞാൻ പെരിങ്ങൽകുത്തിലായിരുന്നു. അവിടെ നിന്ന് ട്രാൻസ്ഫറായി. എല്ലാവരും പോകാൻ മടിക്കുന്ന സ്ഥലം. ഞാനാണെങ്കിൽ ഒറ്റ. ചോദിച്ചു വാങ്ങിയ ട്രാൻസ്ഫറാണ്. അരുണഗിരി.
അരുണഗിരി. ഹലോ ഹലോ, ഇവിടെ ഈ ഫോറസ്റ്റ് ഓഫീസിലേക്കുള്ള വഴി ഏതാ? ഫോറസ്റ്റ് ഓഫീസിലേക്കോ? ആ, ഇവിടെ നേരെ പുറകോട്ട് പോയാ മതി. വെളുപ്പാകാലത്തെ വിളിച്ചുണർത്തി ഫോറസ്റ്റ് ഓഫീസിലേക്ക് വഴി ചോദിക്കും വിവരം കേട്ടവന്മാര്. ഫോറസ്റ്റ് ഓഫീസിലേക്ക് സാറേ, ഫോറസ്റ്റ് ഓഫീസിലേക്കല്ലേ സാറേ? അതെ അല്ല, ഉണ്ണികൃഷ്ണൻ സാറാന്നു? അതെ. അയ്യോ നമസ്കാരം സാർ. സാറെന്ന് വരുന്ന മെസ്സേജ് ഉണ്ടായിരുന്നു. എന്റെ പേര് ദേവസ്യ, ഞാനിവിടുത്തെ ഓഫീസ് പിയാണ് സാർ. രാവിലത്തെ ബസ്സിന് വരുന്ന കരുതി കാത്തിരിക്കുകയായിരുന്നു. കാണാണ്ടായപ്പോ ഒന്ന് മയങ്ങി. ഇവിടത്തെ ഈ തണുപ്പേ. ബസ് മിസ്സായി, പിന്നെ ഒരു വാൻ കിട്ടി. വന്നാട്ടെ സാറേ, നമുക്ക് ആദ്യം കോട്ടേഴ്സിലേക്ക് പോവാം. താക്കോൽ എന്റെ കയ്യിലുണ്ട്. ദേവസ്വം വലിക്കോ? ഉവ്വ്. ഓ വെൽസ്, ഇവനെ കണ്ട കാലം തന്നെ മറന്നു സാറേ. ഇവിടത്തെ ഈ തണുപ്പിന് ഇങ്ങനത്തെ ചില ദുശീലങ്ങളൊന്നും ഇല്ലാണ്ട് പറ്റൂല സാറേ. ഇനി അധികം ദൂരം പോണോ? ഓ ദേവിന്റെ അടുത്ത ഒരു 2 കിലോമീറ്റർ കഷ്ടിച്ച്. ഇതാണ് സാറിന്റെ ക്വാർട്ടേഴ്സ്, കൊച്ചു വരാന്ത. ഇത് സാറിന്റെ കിടപ്പുമുറി, അത് സാറിന്റെ കൊച്ചടുക്കള. കക്കൂസും കുളിമുറിയും. കക്കൂസോ? അതാണ് ഈ ക്വാർട്ടേഴ്സിന്റെ കക്കൂസ്. കഴിഞ്ഞ വർഷത്തെ കൊടുങ്കാറ്റിന് വീണതാ സാറേ, പിന്നെ ആരും അതിനെ ശ്രദ്ധിച്ചില്ല. അപ്പോ എനിക്ക് മുൻപിരുന്നയാളിന് കടല് പോലെ പരന്നു കിടക്കുന്ന ഈ സ്ഥലമുള്ളപ്പോൾ അതൊരു പ്രശ്നമാണോ സാറേ? ആകാശത്തേക്ക് നോക്കി അങ്ങിരിക്കും, അവൻ താനേ അങ്ങ് പോകും. പിന്നെ സാറിന് കക്കൂസിൽ തന്നെ പോകണം നിർബന്ധം ഉണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് എഴുതണം. സർക്കാർ കാര്യമല്ലേ സാറേ? സാറിന് സ്ഥലം മാറ്റം കിട്ടിയതിന് ശേഷമായിരിക്കും ഈ കക്കൂസ് സാങ്ഷനായി വരുന്നത്. അത് ശരി. അപ്പോ സാറിന്റെ ഫാമിലി എപ്പോഴാ വരുന്നത്? ഫാമിലിയോ? ദേവസേ, എന്റെ ഫാമിലിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല, സാറിന് ഇപ്പൊ എത്രയാ വയസ്സ്? 32. വളരെ താമസിച്ചു പോയല്ലോ സാറേ. 32 വയസ്സിൽ 2 കുട്ടികളുമായി ഭാര്യക്ക് ഗർഭനിരോധനം കഴിഞ്ഞ് കാണേണ്ടതാണല്ലോ. അതാണല്ലോ ഈ നാട്ടു നടപ്പ്. അപ്പോ സാറിന്റെ ശാപ്പാന്റെ കാര്യം? ഓ, അതൊരു പ്രശ്നമല്ല. വല്ല ഹോട്ടലും ഏർപ്പാട് ചെയ്യാം. ഹോട്ടലോ? ഇവിടോ? എന്റെ സാറേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ആകപ്പാടെ ഉള്ളതാ പരമനായരുടെ പലചരക്കട മാത്രമേ ഉള്ളൂ. അവിടെ ശാപ്പാടൊന്നും കിട്ടത്തില്ല. മുൻപുണ്ടായിരുന്ന സാറും ഒറ്റ തടിയാ. മൂപ്പര് തന്നെ വെച്ച് കഴിക്കുമായിരുന്നു. അപ്പൊ സാറേ, മുടക്ക് ദിവസമായോണ്ട് ഒരുപാട് ജോലിയുണ്ട്. അപ്പൊ ദിവസം വരട്ടെ. ശരി ദേവസ്വം, നാളെ കാണാം. ഉണക്കക്കപ്പ വേണ്ടോ യൂസഫേ? ഇവിടങ്ങുള്ളതല്ല, അങ്ങ് മലബാറിന്ന് പറഞ്ഞു വരുത്തിയതാ. വില അല്പം കൂടുതലാണെങ്കിലും സ്വയം സാധന. അതെ അതെ ഉസുക്ക, വില കൂടുതലാണെങ്കിലും വാങ്ങിച്ചോ. മലബാറിന്ന് വരുത്തിയ കപ്പയാ. അതെയോ? ആ, എന്നാ ഒരു 1/2 കിലോ എടുത്തോ. ഈ കപ്പ മലബാറിൽ നിന്ന് കൊണ്ടുവരുന്നത് പിള്ളേര് കളിയാ. യൂസുക്ക, ഈ മലബാർ എവിടെയാണെന്ന് അറിയാമോ? അത് വന്നിപ്പോ ഞാൻ ദിവസം കാണുന്നതാ ഇയാളുടെ വീടിന്റെ പുറകിലെ പറമ്പ്. കപ്പയും ചേർത്ത് 8.40. ഇങ്ങനെയുണ്ട് ഒരു പണക്കുതി. വായെടുത്ത കള്ളമേ പറയൂ. നീ ഇതിന്റെ പാട് നോക്കടി പെണ്ണേ. ആരാ യൂസഫേ അത്? എനിക്കെന്താ, തന്റെ ഈ ഒറ്റ കടകളുണ്ടാടോ താൻ ഈ വേലയൊക്കെ കാണിക്കുന്നത്? പുതിയ ഫോറസ്റ്റ് ഓഫീസർ ആയിരിക്കും. ശരിയാ, ഇന്ന് വരുമെന്ന് ദേവസ്യ പറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണത്തെ ഓഫീസർ ഒരു മുഴുക്കുടിയനായിരുന്നു. ഇങ്ങേരെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഇപ്പോഴത്തെ കാലത്ത് മുഖലക്ഷണം കണ്ടെന്നും തീരുമാനിക്കാനൊക്കത്തില്ല. ചിലപ്പോ അതിലും വഷളുവല്ലോ ആയിരിക്കും കയ്യിലിരിപ്പ്. വന്നാട്ടെ സാറേ, വന്നാട്ടെ. ഇന്ന് വരുമെന്ന് അറിഞ്ഞായിരുന്നു. അങ്ങോട്ട് വന്ന് കാണണമെന്നുണ്ടായിരുന്നു.
അധികാരപ്പെട്ടവൻ ആദ്യമായിട്ടൊരു സ്ഥലത്ത് വരുമ്പോൾ അല്ല അതാണല്ലോ അതിന്റെ ഒരു മുറ. പറ്റിയില്ല സാറേ. എങ്ങനെയാ? ഇവിടെ ആകെ കൂടി ഈ ഒരു കടയല്ലേ ഉള്ളൂ. സമയത്തിന് തുറന്നില്ലെങ്കിൽ ഈ കടക്കാരുടെ കാര്യം കഷ്ടത്തിലാകും. വറയട്ടിയിൽ എണ്ണ ഒഴിച്ചോണ്ട് കടുകിന് കടയെ പോകുന്ന കൂട്ടരാ. സാറ് പേടിച്ചു പോയോ? എലികളുടെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഒരു പൂച്ചയെ കൊണ്ടുപോയി. അത് പെറ്റുപെരി. ഇപ്പൊ ഈ കട മുഴുവനും പൂച്ചയുടെ ബഹളമാ. എലികളായിരുന്നു സാറേ ഇതിലും ഭേദം. അപ്പൊ സാറേ എന്താണാവോ വേണ്ടത്? കുറച്ച് അരി വേണം. അതിനെന്താ, പച്ചയോ പുഴുങ്ങലോ? അതിപ്പോ പിന്നെ ഈ ചോറുണ്ടാക്കാൻ വെക്കുന്ന അരിയല്ലേ? പച്ചരി വെക്കുന്നവരുണ്ട്, പുഴുങ്ങലരി വെക്കുന്നവരുണ്ട്. സാറിന് ഏതാ വേണ്ടത്? അത് ഈ പലഹാരം ഉണ്ടാക്കാൻ എടുക്കുന്ന അരിയല്ല, മറ്റത് പുഴുങ്ങലേ. ആ പിന്നെ വേറെന്തൊക്കെ സാറേ വേണ്ടത്? പൂച്ച. പൂച്ചയോ? അത് വിൽക്കാൻ വേണ്ടി വളർത്തിയല്ല സാറേ. സാറിന് വേണമെങ്കിൽ മുഴുവനും എടുത്തു. അയ്യോ വേണ്ട. പൂച്ച ശല്യം തീർന്നു എന്ന് വിചാരിച്ചു. ആ ഭാഗ്യം ഈ ജന്മത്തിലില്ല. ആ പുഴുങ്ങലരി. പിന്നെ പിന്നെ പരിപ്പ് വേണം, കടല വേണം, സവാള വേണം, ഉരുളക്കിഴങ്ങ് വേണം, തക്കാളി വേണം, കത്തിരിക്ക വേണം, പരുത്തിക്കുരു. അത് വേണ്ട. ഉപ്പ് വേണം, കപ്പ വേണം. ഒറ്റ ഇരിപ്പിന് നീ 1/2 കിലോ കള്ളതിന് മുടിക്കുമല്ലോടി. നിനക്ക് എന്താ വേണ്ടത്? അത് ആദ്യം പറഞ്ഞേ. ഞാനിവിടെ ഇരിക്കുന്നതേ തന്റെ തിരുമോന്ത കാണാനല്ല, സാധനങ്ങൾ വാങ്ങാനാ. ഇങ്ങെടുത്തന്നേക്ക്, ഞാൻ പൊയ്ക്കോളാം. സാറേ ഒരു മിനിറ്റ്. ഇത്തിരി എരിവ് കൂടുതലുള്ള ഇനവാ, ഒന്ന് വിട്ടോട്ടെ. ആ നിനക്ക് എന്തൊക്കെയാ വേണ്ടത്? ഉണക്കമുളക്, പരിപ്പ്, കടല, സവാള, തക്കാളി, ഉരുളൻ 1/4 കിലോ, ചായപ്പൊടി 200, പഞ്ചാര 1/2 കിലോ, വെളിച്ചെണ്ണ 200, നല്ലെണ്ണ 100, വെള്ളുള്ളി 100, പച്ചരി 1 കിലോ, പുഴുങ്ങൽ 3, കടുക് 100. വേഗാവട്ടെ. ഒരു മിനിറ്റ്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എനിക്കും വേണം. എത്രയാ? ഒരാൾക്കൊരു മാസത്തേക്ക് എത്രയും വേണോ അത്രയും. ഓഹോ സാറേ, നല്ല ഉണക്കമീനുണ്ട്. അതായിക്കോട്ടെ. ഒരു മാസത്തേക്കോ? അതെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ദാ. അയ്യോ, ചോറ്. എന്താ മോളെ വൈകിയേ? പെടക്കിന മീൻ കിട്ടി. പുഴമീനാ. വറുത്ത് വന്നപ്പോ കുറച്ച് വൈകി. വറുത്ത മീൻ കൂട്ടാൻ വേണ്ടി ഇനിയിപ്പോ ഇത്തിരി വൈകിയാ തന്നെ എന്താ? എങ്ങനെയുണ്ടച്ചാ? അസലായിട്ടുണ്ട്. പിന്നൊരു കാര്യം, ഉം, ഇന്ന് കൂലി കിട്ടുന്ന ദിവസമല്ലേ? അതെ. കുടിച്ചിട്ട് വരില്ലേട്ടോ. ഏയ് നീ എന്താ വിചാരിച്ചേ? അതൊക്കെ ഞാൻ വിട്ടില്ലേ. എപ്പോഴും ഇങ്ങനെ തന്നെയാ പറയണേ. പിന്നെ വരുമ്പോ 4 കാലില്ല. എന്റെ പൊന്നു മോളെ, നിന്നാണ് ചത്തുപോയ നിന്റെ തള്ള എന്റെ മീനാക്ഷിയാണ്. ദേ ഈ തിന്നണ ചോറാണ് സത്യം. അച്ഛൻ ഇനി കുടിക്കൂല. കുടിക്കൂല എന്ന് പറഞ്ഞാൽ കുടിക്കൂല. തീർച്ച. വാക്ക്. ദേ എന്റെ അടുത്ത് വേഷം കെട്ട് കാണിക്കരുത്, പറഞ്ഞേക്കാം. ഇവിടുത്തെ അമ്പലത്തിലെ നല്ല 1-ാം പ്രതിഷ്ഠ വേറെ ഉണ്ട്, അറിയാലോ? ആരും തിരിഞ്ഞു നോക്കാണ്ടേ ഈ മരച്ചുവട്ടിൽ തണുത്ത് വിറച്ചിരിക്കുമ്പോഴേ ദിവസം വിളക്ക് കൊളുത്താനും പൂക്കൾ കൊണ്ട് തരാനും ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മറക്കണ്ട. വെറുതെ ഒരു ഓടക്കോളും പിടിച്ചിങ്ങനെ നിന്നാ മതിയോ? ഞാൻ ചോദിക്കുന്നൊക്കെ സാധിച്ചു തരണം, പറയണതൊക്കെ ചെയ്യണം. എപ്പോഴും ഞാൻ തന്നെ എല്ലാം ചെയ്തു തരണോ? വല്ലപ്പോഴും അവിടെ ആവാലോ. ദേ എന്നെ കളിപ്പിക്കാന്ന് വിചാരിച്ചാലേ നടക്കില്ല കേട്ടോ. ഞാനും കൂടി ഇവിടെ വന്നില്ലെങ്കിലേ നീ ഈ തണുപ്പത്ത് ഒറ്റയ്ക്ക് കിടന്ന് നരകിച്ചു തന്നെ ശരിക്കും അനുഭവിക്കും. ഇല്ല കേട്ടോ, വിഷമിക്കണ്ട. ഞാനൊന്ന് വരട്ടിയതല്ലേ, ചുമ്മാ പേടിപ്പിക്കാൻ. എനിക്കറിയാലോ ഞാൻ പറയണ പോലെ കേൾക്കുമെന്ന്. പിന്നെന്താ?
അല്ല, സത്യത്തിൽ മൂപ്പർക്ക് കുട്ടിയെ പേടിയാണോ? എപ്പോഴൊന്നുമില്ല, ചിലപ്പോഴൊക്കെ. അത് ശരി. പേരെന്താന്നാ പറഞ്ഞേ? അതിന് ഞാൻ പേര് പറഞ്ഞില്ലല്ലോ. എന്നാ പോട്ടെ. ഇപ്പൊ ഇത് ആദ്യമായിട്ട് ചോദിക്കുന്നു, എന്താ പേര്? പറഞ്ഞില്ലെങ്കിൽ ഞാൻ മൂപ്പരോട് ചോദിച്ചറിയും. തുളസീന്ന. ആഹാ, നല്ല പേരാണല്ലോ. നല്ലതായാലും ചീത്തയായാലും ഞാൻ സഹിച്ചു. അതിന് നിങ്ങൾക്കെന്താ? അയ്യോ, അതിന് മെക്കിട്ട് കയറാൻ വരുന്നത് എന്തിനാണ് പൊന്നെ? പേരിഷ്ടമായെന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. പോലെ നില്ലേ. എന്റെ പേരെന്താണെന്ന് അറിയണ്ടേ? അതെന്തൊരു പറച്ചില്ല. ഒരു മര്യാദയ്ക്ക് വേണ്ടിയെങ്കിലും ഒന്ന് ചോദിച്ചറിഞ്ഞൂടെ? വേണ്ട. അറിഞ്ഞിരിക്കുന്നത് നല്ലതാ, വേറൊന്നും കൊണ്ടല്ല. എവിടെ വെച്ചെങ്കിലും ഒന്ന് കണ്ടു, എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി, അപ്പൊ എന്നെ കരുതേ ഏയ് എന്നൊന്നും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. തുളസിക്ക് ഇഷ്ടമുള്ള പേരാ, എപ്പോഴും വിളിക്കാറുള്ള പേരാ. എന്നാ എന്താ പേര്? ഉണ്ണികൃഷ്ണൻ. കൂടുതൽ അടുപ്പമുള്ളവര് ഉണ്ണി എന്ന് വിളിക്കും. പിന്നെ ഒരുപാട് ഇഷ്ടമുള്ളവര് സ്നേഹത്തോടെ ഉണ്ണിയേട്ടാന്ന് വിളിക്കും. തുളസിക്ക് ഏതാ ഇഷ്ടം വെച്ചാ അതുപോലെ വിളിച്ചാൽ മതി. ആശാനെ, എങ്ങനെ സഹിക്കുന്ന ഈ സാധനത്തിന്? കായലരികത്തും വളയെറിഞ്ഞപ്പോ വളകിലൂക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് ഏതവനാടാ, ഏത് തമ്പുരാനാടാ ഈ വഴി വെട്ടിയത്? മനുഷ്യർക്ക് കയ്യും കാലും വീശി നടക്കാൻ പറ്റാണ്ട് എവനടാ, ഏതവനാടാ? കായലരികത്ത് എന്തിനാടി പോലെ ഇങ്ങനെ നോക്കണേ? അച്ഛൻ കുടിച്ചിട്ടുണ്ടോന്നാണോ? കുടിച്ചിട്ടില്ല, ഒട്ടും കുടിച്ചിട്ടില്ല. സംശയം ഉണ്ടെങ്കിൽ വളർത്തു വാങ്ങിക്കോ. ഊഴൊന്നുമില്ല, ഒരിത്തിരി സത്യം. മാനസമൈനേ വരൂ, മധുരം കിള്ളി. എന്താ ഇവിടെ? എന്തോരം പക്ഷികളാ ഇവിടെ. കൊച്ചു കൊച്ചു അടക്കാക്കുരുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ അതിന്റെ ശബ്ദം കേട്ടോണ്ടിരിക്കാനേ എന്ത് രസമാണെന്നറിയോ? ബ്യൂട്ടിഫുൾ. കുരുവികളുടെ ശബ്ദം കേൾക്കുന്നൊക്കെ കൊള്ളാം, പക്ഷെ തിരികെ പോകുമ്പോഴേ ആ മൊന്ത എടുക്കാൻ മറക്കണ്ട. നാളെ വേണ്ടല്ലേ? കൊച്ചേ,
ഞാനാണ്. കാർ ഓടിക്കുമ്പോ തനിക്ക് കണ്ണൂടെ ഒരു കൊച്ചോടി പോയി താൻ കണ്ടില്ലേ? നടു റോഡിലാണല്ലോ പിള്ളേർ കളിക്കുന്നത്. കാർ ഓടിക്കുന്ന റേസ് കോഴ്സിൽ കൂടെ അല്ല, മനുഷ്യർ നടക്കുന്ന വഴി കൂടെയാണ്. അത് താൻ ആദ്യം ഓർക്കണം. ഞാൻ ചാടി വീണില്ലാണെങ്കിൽ താൻ ആ കുഞ്ഞിനെ കൊന്നേനെ. ഡു യു നോ ദാറ്റ്? സോറി. ഒരുപാട് മുറിഞ്ഞു. ഏയ്, അയ്യോ, ചോര വരുന്നല്ലോ. ഞാൻ ഇപ്പൊ വരാം. എന്താ ഇത്? കാട്ടുമരുന്നാ, കുറച്ച് നേറും, പക്ഷെ നല്ലതാ. വല്ലാതെ നീറുന്നുണ്ടോ? തുളസി സ്കൂളിൽ പോയിട്ടില്ലേ? പിന്നെ എവിടെ? കോളനി സ്കൂളില്. എത്ര വരെ പഠിച്ചു? 5 തോറ്റു. പിന്നെന്താ പോഞ്ഞേ? അപ്പോഴാ അമ്മ മരിച്ചത്. അച്ഛൻ ഒറ്റയ്ക്കായി. കഷ്ടമായി പോയി. കുറെ കൂടെ പഠിക്കാമായിരുന്നു. അതിന് ഞങ്ങളുടെ ഇവിടെ എന്റെ അത്രയും പഠിച്ച പെണ്ണുങ്ങൾ വേറെ ആരുമില്ലല്ലോ. വലിയ വലിയ ആളുകളുമായിട്ട് വഴക്കിന് പോകുമ്പോ പേടിയാവൂലേ? അതിന് ഞാൻ ആരോടും വഴക്കിന് പോയില്ലല്ലോ. ഉള്ള കാര്യം തുറന്നു പറയുന്നതിന് വലിയവരോടായാലും ശരി ചെറിയവരോടായാലും ശരി പേടിക്കുന്ന എന്തിന്? എന്നാലും ശരിയും ന്യായവും ഒക്കെ നമ്മുടെ ഭാഗത്താകുമ്പോ പേടിയൊക്കെ താനേ പോയിക്കോളും തുളസി. അല്ല, സാർ ഇതിന് ഓഫീസിലേക്ക് പുറപ്പെട്ടില്ലേ? പോയിട്ടിപ്പോ വലിയ അത്യാവശ്യമൊന്നുമില്ലല്ലോ. അവിടെ DFO സാർ ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ട്. TF അങ്ങനെ വരുന്നതായിട്ട് യാതൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നല്ലോ. ഓ, അയാളുടെ കാര്യമൊന്നും പറയണ്ട സാറേ. തോന്നുമ്പോ വരും, തോന്നുമ്പോ പോകും. അയ്യോ, ഓ, നിങ്ങളാണ്. ഇരിക്കൂ. ദേവസി സാർ, അറ്റൻഡൻസ് രജിസ്റ്റർ ഒന്ന് കൊണ്ടുവരും. ആ, ഇവിടുത്തെ ജോലിയൊക്കെ ശരിക്കും നടക്കുന്നുണ്ടല്ലോ? ഉണ്ട് സർ. വെരി ഗുഡ്. ഓ, ഞാൻ വിചാരിച്ചു ഇന്നലെ നിങ്ങൾ ലീവിലായിരുന്നു എന്ന്. അത് രജിസ്റ്ററിൽ സൈൻ ചെയ്തിട്ട് നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഉണ്ണികൃഷ്ണൻ മാർക്കറ്റിൽ പോകണമെങ്കിൽ ലീവ് എടുത്തിട്ട് പോയിക്കുള്ളൂ. ഓക്കെ? യെസ് സർ. നീ എന്തിനാ ചിരിച്ചേ? ചിരിച്ചെന്നോ? ഞാനോ? അച്ഛൻ സ്വപ്നം കാണാണോ? നീ ഇപ്പൊ ചിരിച്ചില്ലേ? ചേടാ, ഞാൻ എന്റെ പാട്ടിന് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ചിരിക്കുന്നു കരയുന്നൊക്കെ അച്ഛൻ പറയാ. നല്ല കഥയായി. വന്ന് വന്ന് അച്ഛന് തീരെ ഓർമ്മയില്ലാണ്ടായി. ശരി ശരി, ഊണ് കഴിക്കൂ. പേടിച്ചു പോയല്ലോ. അപ്പൊ പേടിയില്ലാന്ന് എന്നാണ് പറഞ്ഞതോ? അതിന് തുളസി വന്നത് ഞാൻ അറിഞ്ഞല്ലോ. എങ്ങനെ? ആന വരും പിന്നെ, മണിനാദം വരും മുന്നേ, തുളസി വരും പിന്നെ, ചിഞ്ചലിലും മുന്നേ. അത് തന്നെ. പിന്നെ തുളസിയുടെ കല്യാണത്തിന് മുമ്പ് ഈ കുന്താങ് ഊരി കളഞ്ഞേക്കണം. എന്തിന്? ഭയങ്കര സൗണ്ട് അല്ലേ, നാട്ടുകാർക്ക് കിടന്നുറങ്ങണ്ടേ? എന്താ അത്? പലഹാരം വീട്ടിലുണ്ടാക്കിയതാ, നല്ല മധുരമുണ്ട്. കൊള്ളാമല്ലോ. ഇത് ആരുണ്ടാക്കിയതാ? എന്റെ
എന്റെ വീട്ടിൽ ഞാനല്ലേ വേറെ ആരാ ഉണ്ടാക്കുക? ഹായ്. ഇഷ്ടപ്പെട്ടോ? പിന്നെ ആരാ ഇത്? ബാലൻ. ഏ? ബാലൻ ബാലൻ. നിങ്ങളുടെ അനിയനാണോ? അല്ല, എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്. അതെയോ? ഈ ലോകത്ത് എന്നോട് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള എന്റെ കൂട്ടുകാരനാണ് ബാലൻ. കൂട്ടുകാരൻ മാത്രമല്ല, എല്ലാം. എല്ലാം? ഇയാളെ എവിടെയപ്പോ? അവന്റെ നാട്ടില് കൃഷികാര്യങ്ങളൊക്കെ നോക്കി കഴിയുന്നു. ഞാനെന്ന് പറഞ്ഞ അവന് ജീവന്. അതുപോലെ തന്നെ എനിക്ക്. 22 വയസ്സ് വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അവന്റെ അമ്മയ്ക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ. അവൻ എന്ത് കൊടുത്താലും എനിക്കും തരും. അതെന്താ? നിങ്ങളുടെ അമ്മ നിങ്ങൾക്കൊന്നും തരില്ലേ? എന്റെ അമ്മ എനിക്കൊന്നും തന്നിട്ടില്ല, മുലപ്പാല് പോലും. അതെന്താ? ഞാനതിന് അമ്മയെ കണ്ടിട്ടില്ലല്ലോ. അമ്മയെ മാത്രമല്ല, അച്ഛനെ. അവരാരാന്ന് കൂടി എനിക്കറിയില്ല. കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ താരാട്ട് പാട്ടുകളോ മുത്തശ്ശി കഥകളോ ഒന്നുമില്ല. ചോറിന് സമയമാകുമ്പോൾ മണി മുഴങ്ങുന്നതും കാത്ത് അനാഥാലയത്തിന്റെ വരാന്തയിൽ വരി വരിയായി നിൽക്കുന്ന വിശന്ന് വയറൊട്ടിയ കുറെ കുട്ടികൾ. അവരിൽ എവിടെയോ ബന്ധു എന്ന് പറയാൻ ഒരാൾ ആദ്യമായിട്ടുണ്ടായത് സ്കൂളിൽ വെച്ച് ബാലൻ എൻ്റെ കൂട്ടുകാരനായതോടെയാണ്. ബാലന്റെ അമ്മ. എൻ്റെ ലോകം അവിടെ തുടങ്ങി. ഇപ്പോഴും അത്രേ ഉള്ളൂ താൻ. ബാലനെ കണ്ട് ഒരുപാട് നാളായി. വലുതായപ്പോൾ രണ്ടുപേരും രണ്ടു വഴിയിലായി. വീണ്ടും ഞാൻ ഒറ്റയ്ക്കായി. ഇതിനിടയിലാണ് തുളസിയെ പരിചയപ്പെട്ടത്. എന്താ ദേവസ്യ? ഒന്നുമില്ല സാർ. ഒന്നുമില്ലെന്ന് ദേവസ്യ പറഞ്ഞ എന്തെങ്കിലും കാണുമല്ലോ. ലേശം നേരത്തെ പോയാൽ കൊള്ളാമായിരുന്നു. എന്താ വിശേഷിച്ച്? ഇവിടുത്തെ കൃഷ്ണൻകോവിൽ ഉത്സവമല്ലേ സാറേ? പെണ്ണും പിള്ളേക്കും പിള്ളേർക്കും കാണാൻ പോണമെന്ന് ഒരേ വാശി. ഞാൻ നേരത്തെ എന്നാലേ ഇതിനെ കൊടുത്തൊരു എഴുന്നള്ളിച്ച് കൊണ്ടുപോകാൻ പറ്റൂ. വലിയ കേമമാ. 3 ദിവസത്തെ ഉത്സവമാ സാറേ. പാട്ടും കൂത്തും ഒന്നും പറയണ്ട. മാട
എന്താ കാലത്ത് അന്തസ്സായിട്ട്? ഞാൻ തുളസിയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കായിരുന്നു. കുറച്ചു നേരം കൂടെ നിന്നിട്ട് കണ്ടിരുന്നെങ്കിൽ ഞാനങ്ങ് വീട്ടിൽ വന്നേനെ. ഇന്നലത്തെ ഡാൻസിനെ അഭിനന്ദിക്കാൻ. മുഖസ്തുതിയാണെന്ന് എഴുതി തള്ളിയില്ലെങ്കിൽ ഒരു സത്യം പറയാം, ഇത്രയും നല്ല ഡാൻസ് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഡാൻസ് മാത്രമല്ല, പാട്ടും. അല്ല, ഇങ്ങനെ ഒരു കാര്യമുള്ളതായിട്ട് നേരത്തെ എന്നോടൊരു വാക്ക് പറഞ്ഞോ? ഞാൻ കേട്ടറിഞ്ഞ് തന്നെത്താൻ വന്നുകൊണ്ട് കാണാൻ പറ്റി. അല്ലെങ്കിലോ നല്ല പണിയായി പോയി. പറയണമെന്നുണ്ടായിരുന്നു, പറയാൻ വേണ്ടി അവിടത്തോളം വരാൻ തുടങ്ങിയതുമാ. എന്നിട്ട് എന്ത് പറ്റി? വഴി മാറിപ്പോയോ? പറഞ്ഞാൽ എന്താ കരുതുവാന്ന് അറിയില്ലായിരുന്നു. ഇവിടുത്തെ പാവപ്പെട്ട പണിക്കാരുടെ കോവിലെ ഉത്സവമല്ലേ, അതിന് വിളിച്ചാൽ ഇഷ്ടായില്ലെങ്കിലോ? അയ്യോ, എന്തൊരു വിനയം! അല്ലാത്തപ്പോഴൊക്കെ ചാടി മെക്കിട്ട് കയറാൻ വരുന്ന ആളാണെന്ന് തോന്നുകയേയില്ല. ഉള്ളത് പറയാമല്ലോ, കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികൾക്ക് ഈ വിനയം നല്ലതാ. ഉള്ള ചന്ത ഇരട്ടിക്കേ ഉള്ളൂ. കീപ് ഇറ്റ് അപ്പ്. ഒന്നുമില്ല. കായലരികത്തും വളയറിഞ്ഞപ്പോ വളകിലൂക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോ ഒരു നറുക്കിന് ചേർക്കണേ. വേറെയാണ് വിചാര. എന്നെ പിടിക്കണ്ട, എന്നെ പിടിക്കണ്ടെന്ന് പറയില്ലേ സാറ്? എന്നെ വിട് സാറ്. പിന്നൊരു കാര്യം, വീട്ടിൽ ചെല്ലുമ്പോ തുളസി ചോദിച്ചാ ഞാൻ കുടിച്ചിട്ടില്ല എന്നേ പറയാവൂ. ശരി, നടക്ക്. കായലരികത്ത് അച്ഛൻ കുടിച്ചിട്ടില്ല മോളെ. സാറിനോട് ചോദിച്ചു നോക്ക്. എന്നാണ് നിന്നാണ് സത്യം. വിളിച്ചകത്തുകൊണ്ടിരിക്കുള്ളൂ. വിളിച്ചോണ്ട് പോവാനോ? എന്റെ വീട്ടിൽ പോവാൻ എനിക്ക് അറിഞ്ഞൂടെ? ആരും വിളിക്കണ്ട. വരട്ടെ സാറ്. ഞാൻ പോട്ടെ. തക്കാളി 1 കിലോ, പരിപ്പ് 100 വേണം. ഓ എന്റെ തുളസി, ഞാനിരുന്നു തീർത്തോട്ടെ. അല്ലേടോ ദേവസ്യേ, വന്നിപ്പം ഫോറസ്റ്റ് ഓഫീസർമാർക്ക് എന്തൊക്കെയാ ജോലി? അത് പിന്നെ ഉത്തരവാദിത്വങ്ങൾ കൂടി വരികയല്ലേ പരമനായരെ? പറഞ്ഞോളാം നേരാ. കാടിന്റെ ആഫീസിന്റെ മാത്രം കാര്യം നോക്കിയാ പോരല്ലോ, വല്ലപ്പോഴും കള്ളു കുടിക്കുന്നവരുടെ കാര്യങ്ങൾ കൂടി നോക്കണ്ടായോ? ഞാനും നിങ്ങളും ഒക്കെ വെള്ളമടിച്ച് വഴി കിടന്നാൽ അവിടെ തന്നെ കിടക്കും. നമ്മളെ താങ്ങെടുത്ത് വീട്ടിൽ കൊണ്ടാക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ? എവിടെ? അതിനാ ഭാഗ്യം ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ വീണ് കിടന്നാലും താങ്ങിക്കൊണ്ടുപോകാനൊക്കെ ആളുകളുണ്ടാവും. പക്ഷെ നല്ല ചന്തമുള്ള പെമ്മക്കള് വീട്ടിൽ വേണം കേട്ടോ. എന്ത് പറ്റി? മുഖം കണ്ടാൽ മഴക്കാർ കിട്ടി നിൽക്കുന്ന ആകാശം പോലെ ഉണ്ടല്ലോ. അയ്യോ, നോട്ടം കണ്ടിട്ട് പേടിയാവുന്നല്ലോ. ഇതെന്ത് പറ്റി? ഒന്നുമില്ല. എന്റെ അടുത്ത് ദേഷ്യാണോ? പിന്നെ പറ തുളസി. അവരെന്നെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നറിയാമോ? ആര്? ആ പരമനായർ, അയാളെ വൃത്തിയിട്ട ആൾക്കാരും. അവരെന്ത് പറഞ്ഞു? നമ്മളെ രണ്ടുപേരും ചേർത്ത് അതും ഇതും കഥകൾ ഉണ്ടാക്കി പറയുന്നു. അത്രേ ഉള്ളൂ. തമാശയാ? എന്നെ ചേർത്തല്ലേ തുളസിയെ പറ്റി പറയുന്നത്? പറഞ്ഞോട്ടെ, എനിക്കതിൽ സന്തോഷമുള്ളൂ. ഒന്നുമല്ലെങ്കിലും ഞാൻ സാമാന്യം മര്യാദക്കാരനായ ഒരു ചെറുപ്പക്കാരനല്ലേ. അതൊന്നോർത്തെ. ഇനി അവനെ കാണുമ്പോ നല്ല കടുപ്പത്തിലൊരു ചായ വാങ്ങിച്ചു കൊടുക്കാന്ന് പറയും. എന്നെയും തുളസിയും ചേർത്ത് കഥകൾ ഉണ്ടാക്കിയതിന് അതൊരു നല്ല കാര്യമല്ലേ? ഇന്നലെ അച്ഛനെ എവിടെ വെച്ചാ കണ്ടത്? വഴിയില്. എത്ര പറഞ്ഞാലും കേക്കില്ല. കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതി ചാരായ കടയില. ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോകാന്ന് പറഞ്ഞ അതും കേക്കില്ല. 2 ദിവസം കിടപ്പിലായാൽ മരുന്ന് വാങ്ങാൻ പോലും വീട്ടിൽ കാശില്ല. എന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. കരയാതെ
കരയാതെന്ന് പറഞ്ഞില്ലേ? എന്തായത് കൊച്ചുകുട്ടികളെ പോലെ? കരയാതെ. എന്തു വന്നാലും തുളസി തുളസികൾക്ക് ഞാനില്ലേ? സാധാരണ 8-8:30 മണിക്ക് വരുന്ന ആള് മണി 9 കാണുന്നല്ലോ. അയ്യേ, നേരെ എത്രയായിട്ട് ഇനി എണീറ്റില്ലേ? ഇന്ന് ജോലിക്ക് പോണില്ലേ? ഇല്ല, ഉം. വയ്യ, വല്ലാതെ ക്ഷീണം തോന്നുന്നു. ഇന്ന് ഓഫീസിൽ പോകുന്നില്ല. അയ്യോ, എന്താ ഇത്? നല്ല ചൂടുണ്ടല്ലോ. രാത്രി പച്ചവെള്ളത്തിൽ കുളിച്ചു അല്ലേ? ഉം. എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഈ തണുപ്പത്ത് ആരെങ്കിലും പച്ചവെള്ളത്തിൽ കുളിക്കോ? അതും രാത്രിയില്? ഒന്നുമില്ല തുളസി, സാധാരണ പനിയല്ലേ, 2 ദിവസം കൊണ്ട് മാറും. മരുന്ന് വല്ലതും കഴിച്ചോ? ഇല്ല. ഇതാദ്യം കഴിക്കൂ. എന്താ ഇത്? ചുക്കാപ്പി. ചുക്കുകാപ്പി പിന്നെ മധുരിച്ചിട്ടായിരിക്കുക. അസുഖം മാറണേ കുറച്ച് കയ്പൊക്കെ ഇറക്കണം. മിണ്ടാതെ മൂടി പോച്ച് കിടന്നു. ഉച്ചയ്ക്ക് ഞാൻ കഞ്ഞി കൊണ്ടുവരാം. എന്തിനാ തുളസി ഇതൊക്കെ? മനസ്സുണ്ടായിട്ട്. ആ പഴം അവിടെ വെച്ചേക്ക് തുളസി. പനി മാറിയിട്ട് കഴിക്കാം. ദിവസവും കൊണ്ട് തരുന്ന പോലത്തെ പൂവല്ല ഇത്. നോക്ക്, ഞാൻ തന്നെ കാട്ടിന്റെ ഉള്ളിൽ പോയി പറിച്ചോണ്ട് വന്നതാ. ഇത് ചന്തയെ കൊണ്ടുപോയി കൊടുത്താൽ എത്ര പൈസ കിട്ടുന്നറിയാമോ? അതിനൊന്നും പോവാണ്ട് എന്തിനാ ഞാനിത് കൊണ്ടു തരുന്നത് അറിയാലോ? വല്ലാത്ത പനിയുണ്ട്, അത് മാറണം. ഇല്ലെങ്കിൽ ഞാൻ പിണങ്ങും, പറഞ്ഞേക്കാം. എന്തിനാ പാവം മൂപ്പരോട് പിണങ്ങുന്നത്? ആരോട് ചോദിച്ചിട്ടാ പുറത്തിറങ്ങിയത്? അസുഖം കൂട്ടാനാണെങ്കിൽ ഓരോന്ന് തുടങ്ങണേ. ഓ പിന്നെ ഒരു ചെറിയ പനി വന്നതിന് അത് ചെറിയ പനി തന്നെയാ സൂക്ഷിക്കായിരുന്ന വലിയ ജ്വരമായിട്ട് മാറണത്. ഇങ്ങോട്ട് നോക്ക്, എന്റെ പനി മാറി. അതുകൊണ്ടല്ലേ ഞാൻ നടക്കാൻ ഇറങ്ങിയത്. ആരാ പറഞ്ഞത് പനി മാറിയെന്ന്? ചേടാ, പനി വന്നത് എനിക്കല്ലേ, അത് മാറുമ്പോ എനിക്ക് അറിഞ്ഞൂടെ? ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? സംശയം ഉണ്ടെങ്കിൽ വന്ന് തൊട്ട് നോക്ക്. ശരിയാ, ഇപ്പൊ എല്ലാം മാറിട്ടോ. വിശ്വാസമായോ? എന്താ ഇത്ര പെട്ടെന്ന് പനി മാറാൻ കാരണം അറിയോ? എന്റെ കൃഷ്ണന്റെ ശക്തിയാ. ഇന്നലെ ഇന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. പിന്നെ എന്താ ഞാൻ പറഞ്ഞ പോലെ ചെയ്യൂ. അസുഖം മാറി ഇവിടെ കൊണ്ടുവരാൻ ഞാൻ വാക്ക് പറഞ്ഞിരുന്നു. ദേ, ഇത് കൃഷ്ണന്റെ കാൽക്കൽ വെച്ച് തൊഴുതേ. എന്താ തുളസി ഇത്? പറഞ്ഞത് ആദ്യം ചെയ്യും. ദൈവത്തിന്റെ മുമ്പിലാ നിൽക്കുന്നത്. ദിവസവും വിളക്ക് കൊടുത്ത ഇവിടെ ഉള്ളപ്പോഴൊക്കെ ഞാൻ പൂക്കൾ കൊണ്ടുതരാം. നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. ഇവിടത്തെ ഇൻസ്പെക്ഷൻ ഏതാണ്ട് കഴിഞ്ഞു എന്ന് പറയാം. നിങ്ങൾ ഈ റേഞ്ചിൽ വന്നതിന് ശേഷം ഐ മസ്റ്റ് സേ കാര്യമായ മാറ്റങ്ങളുണ്ട്. വെരി ഗുഡ് പ്രോഗ്രസ്. താങ്ക് യു സർ. പിന്നെ ഞാൻ വിളിപ്പിച്ചത് ചന്ദനക്കാവ് റേഞ്ചിലെ ഇൻചാർജ് ലീവിലാണ്. കൂപ്പിലെ സ്റ്റോക്ക് പൊസിഷൻ ഒന്ന് വെരിഫൈ ചെയ്യണം. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഒന്ന് പോയിട്ട് വരും. ഇപ്പൊ തന്നെ പുറപ്പെട്ടോളൂ. പറ്റിയാൽ ഇന്ന് തന്നെ മടങ്ങാമല്ലോ. ശരി സർ. ജസ്റ്റ് 1 minute. വേറൊരു കാര്യം. അഫ്കോഴ്സ് ഇറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്, ബട്ട് സ്റ്റിൽ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഇവിടെയുള്ള ഏതോ ഒരു എസ്റ്റേറ്റ് ഗേളുമായി അല്പം അടുപ്പത്തിലാണെന്ന് കേട്ടു. കുറേശ്ശെ കുസൃതികളും തമാശകളും ഒക്കെ ആകാം, അതിനുള്ള പ്രായവുമാണ്. പക്ഷേ അതിനപ്പുറം പോകരുത്. നമുക്കൊരു സ്റ്റാറ്റസും പൊസിഷനും ഒക്കെ ഉണ്ടല്ലോ. ഇറ്റ് ഇസ് നൺ ഓഫ് മൈ ബിസിനസ് എന്നാലും പറയുകയാണ്. സാറ് പറഞ്ഞത് ശരിയാണ്. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്.
പിണങ്ങിയോ? ഇവിടെയുള്ള ജോലി നോക്കിയാ പോരെ? അത് ശരി, അങ്ങനെ പറഞ്ഞാ പറ്റുമോ? അവിടുത്തെ ജോലി അയാളോട് പോയി നോക്കാൻ പറയൂ. ഞാൻ ചെന്ന് പറയട്ടെ, തുളസി ഇങ്ങനെ പറഞ്ഞൊന്നും അതുകൊണ്ട് പോകാൻ പറ്റില്ലെന്നും. ഒരുപാട് ദൂരമില്ലേ ഇവിടുന്ന്? പോയിട്ടിനി എപ്പോ വരാനാണ്? ജീപ്പിലല്ലേ പോകുന്നത്? സന്ധ്യക്ക് മുമ്പേ ഞാൻ ഇങ്ങെത്തും. ഉറപ്പാണോ ഇന്ന് തന്നെ എത്തുമെന്ന്? പറച്ചിലും പാവം കേട്ടാ ഞാനെന്തോ കാശിക്ക് പോവാണെന്ന് തോന്നുമല്ലോ. സൂര്യൻ താഴുന്നതിന് മുമ്പ് ഞാനിവിടെ ഉണ്ട്. ഉറപ്പാണല്ലോ. പിന്നല്ലാതെ. ഞാൻ നോക്കി നിൽക്കും. സമ്മതിച്ചിരിക്കുന്നു. പോരെ, ഞാൻ പോയിട്ട് വരട്ടെ. ചായപ്പൊടി 100, പഞ്ചാര കാക്കിൽ. പിന്നെ അല്ല, വേറെ വല്ലതും വേണമെന്നാ ചോദിച്ചതേ. എന്നാ 5.50. തുളസി, ബാക്കി വേണ്ടായോ? ചില്ലറയില്ല, 5 പൈസ പിന്നെ തരാമെന്നെങ്ങാനും പറഞ്ഞാൽ കഴുത്തിന് പിടിക്കാൻ വരുന്ന പെണ്ണ. ഇവക്കെന്തു പറ്റി? അത് പിന്നെ ആ പ്രായത്തിന്റെ കോളാറാ. ഇരുട്ടുന്നതിന് മുമ്പ് വരും അല്ലേ? എന്തു വെച്ചാൽ ഇങ്ങനെ ഒരു നിപ്പ്, വെറുതെ ഒരു ഓടക്കോളം പിടിച്ചോണ്ട്. എത്ര വർഷമായിട്ട് ഞാൻ നിനക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നു, കുറച്ചെങ്കിലും നന്ദി വേണ്ടേ? തനിക്കിന്ന് വിളക്കുമില്ല, കുന്തമില്ല. ഇവളെവിടെ പോയി? തുളസി മോളെ, തുളസി. രാജമ്മേ. എന്താ മാവ? തുളസി ഇങ്ങോട്ട് വന്നു. ഇല്ലല്ലോ. ഇങ്ങോട്ട് എവിടെ പോയി കാണും? തുളസി, തുളസി. മോളെ, എന്തൊരു ഇരിപ്പാണിത്? നേരെ വിരട്ടിയത് കണ്ടില്ലേ? നീ കഴിക്കുന്നില്ലേ? നീ കഴിക്കുന്നില്ലേന്ന്? അതെന്താ? വിശപ്പില്ല. എന്ത് പറ്റി നിനക്ക്? നീ ഇനി ഉറങ്ങിയില്ലേ? ഓഫീസിലേക്ക് പോയിക്കോളൂ.
സന്ധ്യക്ക് മുമ്പ് വരാന്ന് പറഞ്ഞിട്ട് പറ്റിയില്ല തുളസി, ജോലി തീരണ്ടേ. തുളസി തുളസി, എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? എന്നെ വിട്ടിട്ട് ഉണ്ണേട്ടൻ എവിടെയെങ്കിലും പോയാലുണ്ടല്ലോ ഞാൻ മരിക്കും. നിന്നെ വിട്ടിട്ട് ഞാൻ എവിടെ പോകാനാണ് മോളെ? ഞാനൊന്നും പോയില്ല. ഇത് നടക്കുന്ന കാര്യമാണോ? നീ ആശിക്കുന്ന എന്താണെന്ന് വല്ല തിട്ടവും ഉണ്ടോ നിനക്ക്? വാരക്കൂലി വാങ്ങിക്കുന്ന ഒരു പാവപ്പെട്ട കങ്കാണിയുടെ മകളാണ് നീ. നിനക്ക് ആ സാറിനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ സാധ്യമാവും മോളെ? അവർ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരാ. അടുത്ത സ്ഥലത്തേക്ക് മാറ്റം കിട്ടുന്നവരെ അവർക്കിവിടെ പേരുള്ളൂ. പിന്നെ ചെല്ലുന്നിടം അതങ്ങനെയാ. അവരുടെ കാര്യം നടക്കുന്നവരെ പല ഉറപ്പുകളും തരും. വെളുത്ത് കാണുന്നതെല്ലാം പാലെന്ന് വിശ്വസിക്കുന്ന പ്രായമേ നിനക്കായിട്ടുള്ളൂ. അല്ലച്ച, എനിക്കറിയാം, നല്ലോണം അറിയാം. അദ്ദേഹം എന്നെ ഇഷ്ടപ്പെടുന്നത് മറക്കാൻ വേണ്ടിട്ടല്ല, എനിക്കത് ഉറപ്പാ. എന്ന് നിനക്ക് ഇപ്പൊ തോന്നും. അത് കേട്ട ഒപ്പത്തിന് ചാടാ ഞാൻ നിന്നാൽ പിന്നെ ദുഃഖിക്കാനേ ഇടയുണ്ടാവൂ. ഈ ബന്ധം അച്ഛന് ഇഷ്ടമല്ല മോളെ. അച്ഛന് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ചെയ്യില്ല. സാരല്ല, ഇങ്ങനെ നാശിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതിക്കൊള്ളാം. പക്ഷെ വേറെ കല്യാണം, അത് മാത്രം അച്ഛൻ ഈ ജന്മത്തെ എന്നോട് പറയരുത്. വന്നുപോകുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒരുപാട് വഞ്ചനകളുടെ കഥകൾ ഇവിടത്തെ താഴ്വരകൾക്ക് പറയാനുണ്ടാവും. പക്ഷേ അമ്മാവൻ എന്നെ അക്കൂട്ടത്തിൽപ്പെടുത്തരുത്. ഒരു തമാശയ്ക്കോ തൽക്കാലത്തെ നേരം പോക്കിനോ വേണ്ടി എനിക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചാണ് ഞാൻ വളർന്നത്. സ്നേഹത്തിന്റെ വില എനിക്ക് നന്നായിട്ടറിയാം. വളരെ കുറച്ചിടത്ത് മാത്രമേ എനിക്ക് സ്നേഹം കിട്ടിയിട്ടുള്ളൂ. അത് നഷ്ടപ്പെടുത്താൻ ഒരു കുടുംബത്തെ പോറ്റാനുള്ള ശേഷി എനിക്കുണ്ട്, വരുമാനവും, പിന്നെ ജാതിയും പണവും സ്ഥിതിയും. ഇതൊന്നുമില്ലാതെയാണ് ഞാനും വളർന്നത്. ഒരു കുറവും വരുത്താണ്ട് ഞാൻ തുളസിയെ നോക്കിക്കോളാം. അമ്മാവനെതിര് പറയരുത്. സാറ് പറയുന്നത് വലിയ കാര്യങ്ങളാ, നല്ല കാര്യങ്ങളാ. അത് മനസ്സിലാക്കാനുള്ള വിവരമോ വിദ്യാഭ്യാസമോ ഈ പാവത്തിനില്ല. സാറിനെ വിശ്വസിക്കണോ അതോ പേടിക്കണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് മാത്രമേ എനിക്കറിയൂ, എൻ്റെ മോള്. അവള് മാത്രമേ ഉള്ളൂ എനിക്ക്. കള്ളു കുടിക്കുമ്പോ പോഴത്തം കൊണ്ട് വല്ലപ്പോഴും ചുണ്ടി പിടിപ്പിച്ചിട്ടുള്ളതല്ലാതെ ഒരു നോക്കുകൊണ്ട് പോലും എന്റെ തുളസിയെ ഞാൻ നോവിച്ചിട്ടില്ല. അവൾക്ക് നല്ലത് വരണം, നല്ലത് മാത്രം. തുളസിക്ക് ഞാനുണ്ട് എന്നും അമ്മാവൻ വിശ്വസിക്കുന്നു. തുളസിയുടെ അച്ഛൻ സമ്മതിച്ചു. എനിക്ക് വേറെ ആരോടും ചോദിക്കാനില്ലായിരുന്നു. കല്യാണം ഉറപ്പിച്ചു. കല്യാണത്തിന് മുമ്പ് ബാലനെ ചെന്ന് കാണണം, വിവരം പറയണം. ബാലനോ? ആ, എന്റെ സ്നേഹിതൻ. ആ ഫോട്ടോ? അതെ. കത്തെഴുതിയാലും മതിയായിരുന്നു. പക്ഷേ പോരെന്ന് തോന്നി. പണ്ട് പണ്ടേ ഉള്ളൊരു വാക്ക്. കല്യാണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് വന്ന് ക്ഷണിക്കണമെന്ന്. ചെറിയ കാര്യമാണ്, പക്ഷേ ചെറിയ കാര്യങ്ങൾ മാത്രമുള്ളവർക്ക് അതും വലുതല്ലേ. ഞാൻ പോകാൻ തന്നെ നിശ്ചയിച്ചു. നിങ്ങൾ തന്നെ പോണോ? ഒരു കത്തെഴുതിയ പോരെ? എനിക്കിതാ മനസ്സിലാവാത്ത. ഒരു കത്തെഴുന്നതിന് പകരം ഇത്രയും ദൂരം യാത്ര ചെയ്യുന്ന എന്തിനാണ്? ഒരു പകല് മുഴുവനും ബസ്സിലിരിക്കണ്ടേ? വേണം. ഒരുപാട് ദൂരമുണ്ട്. പക്ഷെ പോകാതെ പറ്റില്ല തുളസി. എന്തോ എനിക്കിഷ്ടമില്ല. പോട്ടെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പുറത്തു തന്നൂടെ എനിക്ക് വേണ്ടി? ശരി, എന്ത് വേണേലും ആയിക്കോ. ഉണ്ണേട്ടാ, ദേ ഒരു കാര്യം, പോകുന്നൊക്കെ കൊള്ളാം, ഉടനെ തിരിച്ചിങ്ങി വരണം. ഒരിടത്ത് പോയാൽ പറഞ്ഞ സമയത്ത് തിരിച്ചു വരണ പതിവില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഇത്തവണ തെറ്റിക്കില്ല. വാക്ക്. 3-ാം ദിവസം ഞാനിവിടെ ഉണ്ട്. എത്ര എണ്ണമോ ഒരു ദിവസം വലിച്ചു കൂട്ടണേ? മതി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ചേടാ, കല്യാണം കഴിക്കുന്നതിന് മുമ്പേ എന്നെ ഇങ്ങനെ മൂക്ക് കയറിട്ട് ഭരിക്കാൻ തുടങ്ങിയ കല്യാണം കഴിച്ചാലുള്ള കാര്യം എന്തായിരിക്കും? സൗകര്യം ഉണ്ടേ മതി, കണക്കായി പോയി. സമ്മതിച്ചു.
അമ്മേ, ഉണ്ണി എങ്ങനെയുണ്ടമ്മേ? സുഖം തന്നെ? കഴിയുന്നു. എവിടെ അവൻ? ഇനി ഉറങ്ങുവാണോ? മോനെ, അവൻ പോയല്ലോ. ചേടാ, രാവിലെ തന്നെ ഇറങ്ങിയോ? ഇപ്പോഴും അവന്റെ ഊര് ചുറ്റിലൊന്നും മാറിയിട്ടില്ല അല്ലേ? അവനെ ഒന്ന് കാണാൻ വേണ്ട ഇക്കണ്ട ദൂരം അത്രയും ഞാൻ ഓടിക്കതച്ച് വന്നത്. പിന്നെ അമ്മേ, എന്റെ കല്യാണം നിശ്ചയിച്ചു. വിളിക്കാനാ ഞാൻ വന്നത്. ഇവൻ എവിടെ പോയി കാണും? ഏതായാലും അവൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും അല്ലേ? ഇല്ല. ഊണ് കഴിക്കാൻ പോലും അവൻ വരാറില്ലേ? അമ്മേ, എന്താ അമ്മേ? അവൻ മരിച്ചുപോയല്ലോ മോനെ. അവൻ മരിച്ചുപോയി. നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് ആശുപത്രി കൊണ്ടുപോയി. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ചെയ്യാവുന്നതൊക്കെ ചെയ്തു. എന്റെ മോൻ പോയി. നിന്റെ ബാലം പോയി മോനെ. അവൻ പോയി. ഞാൻ എന്നെ ഒന്ന് അറിയിക്കാമായിരുന്നല്ലോ അമ്മേ. കമ്പിടിച്ചിരുന്നല്ലോ മോനെ. അയ്യോ അമ്മേ, ഞാനിപ്പോ പഴയ സ്ഥലത്തല്ല. ട്രാൻസ്ഫർ ആയിട്ട് ഒരുപാട് നാളായി. യെസ് സർ, യെസ് സർ, നോ സർ, രാത്രിയും പകലും ശ്രമിക്കുന്നുണ്ട് സർ. യെസ് സർ. മുകളിലിരുന്ന് കൽപ്പിക്കുന്നവർക്കെന്താ? AC റൂമിലിരുന്ന് ഉത്തരവിട്ടേച്ചാൽ മതി. മറ്റുള്ളവരുടെ പങ്കപ്പാടുള്ള അവരറിയണം. പ്രാപ്തിക്കുറവുകൊണ്ടാണ് അത്ര അരവിന്ദാക്ഷനെ പിടിക്കാത്തത്. ഇന്നഫിഷ്യൻസി പോലും. മൂക്കിന്റെ താഴെ മീശയുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയല്ലേ കയ്യെത്തിങ്ങി പിടിക്കാൻ. 6-7 ദിവസമായി ഊണോറക്കവും ഇല്ലാതെ തലകുത്തി നമ്മൾ നിൽക്കുക. നമ്മുടെ ബുദ്ധിമുട്ട് വല്ലതും അവർക്കറിയാമോ സാറേ? ചില്ലറ പുള്ളികൾ വല്ലതാണെങ്കിൽ പോട്ടെ, ഇത് പണ്ടാരവടക്കാനെ കൊണ്ട് തീവ്രവാദിയാ. ഒരു വക പേപിടിച്ച രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ ആ കുത്തും വെട്ടും. എവിടെ ചെന്നാലും അവർക്ക് അവരുടെ ആൾക്കാരുണ്ട്. ചാകാൻ കൂടി മടിയില്ലാത്ത ഇനമാ. കടലിൽ മുങ്ങിയാ പിന്നെ പൊങ്ങുന്നത് മാനത്താ. എടോ ശ്രീധര, 2 സോഡ വാങ്ങിച്ചുണ്ടോ? ശരി സർ. ഒരു പാക്കറ്റ് വിൽസ്. എന്താ ഇത്? കഴിവുകാരുടെ മോനെ, താടിയും മുടിയെടുത്താൽ നിന്നെ ഞങ്ങൾ തിരിച്ചറിയില്ലെന്ന് കരുതി. നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ മനസ്സിലാക്കി തരാം. സാർ, ഞാൻ എന്ത് കുറ്റം ചെയ്താണ് സാർ എന്നെ ഇങ്ങനെ ആരെടുത്തടാ നീ വേല കാണിക്കുന്നു? കണ്ടിട്ട് പഞ്ചപാവത്തിനെ പോലെ തോന്നുന്നു. ചേടാ, എന്നാലും ഇവൻ ചെയ്തു വച്ചിരിക്കുന്ന പണികളോ? നായരെ റിപ്പോർട്ട് എഴുതിക്കോ. പേര് അരവിന്ദാക്ഷൻ, വയസ്സ് 29. സാർ, ഞാൻ അരവിന്ദാക്ഷനല്ല. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. നിങ്ങൾക്ക് ആള് മാറിയതാണ് സാർ. പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരല്ല ഊച്ചാളികളെന്നാ നിന്റെ വിചാരം? റാസ്കൽ. സാർ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ പ്ലീസ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ. എന്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണ് എനിക്ക് ജോലി. പട്ടി, കഴിഞ്ഞ തവണ നിന്നെ കുമരകത്തുനിന്ന് പിടിച്ചപ്പോ നിന്റെ പേര് തോമസ് നാഷ് എന്നായിരുന്നു. കൊച്ചിയിൽ വെച്ച് ഡോക്ടർ സലിം. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ. പട്ടി കഴിവണം മോനെ. എന്റെ അടുത്താ നിന്റെ വളത്തില്. നിനക്ക് പറയാനുള്ളത് നാളെ കോടതി ചെന്ന് പറഞ്ഞാല്. ഇവിടെ വേണമെന്നും ഉണ്ടാക്കണ്ട. മര്യാദക്ക് പറയുന്ന പോലെ കേക്ക്. ഒപ്പിടാ. എന്തിനാടാ കൊച്ചിനെ വെറുതെ തടി കേടാക്കുന്നത്? ഒന്ന് ഒപ്പിടും മോനെ. കളിക്കുന്നോടാ? ഒപ്പിടാൻ എന്താ? ഒപ്പിടാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. എന്നോട് കളിച്ചാലുണ്ടല്ലോ നിന്റെ നട്ടല്ലേ ഞാൻ ചവിട്ടി ഓടിക്കും.
എന്താടോ ഈ കുന്തം വർക്ക് ചെയ്യുന്നില്ലല്ലോ? അതിപ്പോ 1 മണിക്കൂറായി സാറേ. ഇവനെ അറസ്റ്റ് ചെയ്ത വിവരം SP ഒന്ന് വിളിച്ചറിയിക്കാന്ന് വെച്ചാ ടെലിഫോൺ ഔട്ട് ഓഫ് ഓർഡർ. വല്ലൊരു മോളിൽ നിന്ന് കണകണാന്ന് ഇങ്ങോട്ട് വിളിച്ച് ചാടിക്കാൻ നേരത്ത് ഈ പണ്ടാരത്തിന് ഒരു കുഴപ്പവുമില്ല. ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും എന്റെ കിട്ടണം. എന്താടാ തുറിച്ചു നോക്കുന്നത്? മൂത്രം ഒഴിക്കണം. അവിടെ ചട്ടിയുണ്ടല്ലോ, തട്ടിക്കോ. എന്താ നാണമാകുന്നു? എല്ലാവർക്കും ഉള്ളതല്ലേ തനിക്കുമുള്ളത്? അതോ പ്രത്യേകമായിട്ട് വല്ലതുണ്ടോ? ഇതൊന്ന് വൃത്തിയാക്കാൻ പറ്റുമോ? ഇരിക്കാൻ പോലും വയ്യ. എത്ര നേരം മനുഷ്യൻ നിന്നോണ്ടിരിക്കുന്നേ? ഓ, അതാണോ സംഗതി? ഞാനും ചോദിച്ചിട്ട് വരട്ടെ. അദ്ദേഹത്തിന് ലോക്കപ്പുറി ഒന്ന് വൃത്തിയാക്കണമെന്ന്, അല്ലാണ്ട് അതിനകത്ത് നിൽക്കാൻ വയ്യെന്ന്. ഓ, ചെയ്തു കൊടുക്ക്, ചെയ്തു കൊടുക്ക്. മതിയാക്ക്. 5-6 മുദ്രാവാക്യം വിളിയടാ. തണുപ്പ് മാറാൻ നല്ലതാ. സാറേ, ദാഹിച്ചിട്ട് വയ്യ. കുറച്ച് വെള്ളം കിട്ടിയാ കൊള്ളാം. വെള്ളം. എടാ, നീ എന്നെ മൂത്രം കുടിപ്പിക്കല്ലോ. കള്ളന് പകരം ഒരു നല്ലവനെ പിടിച്ചോണ്ട് ഹിംസിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു മണ്ടത്തരമാ. എന്നിട്ട് ഒരു പോലീസുകാരനെ കൊന്ന അവര് വെറുതെ വിടുവോ? അതും പോലീസ് സ്റ്റേഷനിൽ വെച്ച്. നിങ്ങൾ വേണോന്ന് കൊന്നതല്ലല്ലോ. വേണമെന്ന് വെച്ചിട്ടല്ലെങ്കിലും കൊന്നത് ഞാനല്ലേ. ആ നിമിഷം തൊട്ട് ഞാൻ അവന്മാരുടെ വർഗശത്രുവായി. ലോകകപ്പിലെ ജീവിതം, ആ കഥകളൊന്നും ഓർക്കാൻ കൂടി വയ്യ. എന്നിട്ടെന്താ? കോടതി, വിസ്താരം, വക്കീലന്മാര്, ലോ പോയിന്റ്സ്. എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ ആരും ഉണ്ടായില്ല. എല്ലാ തെളിവുകളും എനിക്കെതിരെ. ഇതെല്ലാം നടക്കുമ്പോ തുളസി വന്നില്ലേ? വന്നു. ആ കുട്ടി എന്ത് ചെയ്തു? എന്ത് ചെയ്യാനാ?
ഒരുപാട് കരഞ്ഞു. പിന്നെ വിധി പറഞ്ഞു. ജഡ്ജിക്ക് ദയ തോന്നിട്ടാവും തൂക്കാൻ മരിച്ചില്ല, ജീവപര്യന്തം. കൈകെട്ടി നിവർന്നു തന്നെ ഒന്ന് കാണട്ടെ. നിന്നോട് ഇനി പ്രത്യേകം പറയണോടാ കഴിവറയുടെ മോനെ, കെട്ടടാ കൈ. എന്താ നിന്റെ പേര്? നിന്നോടാ ചോദിച്ചത്, ചെവി കെട്ടൂടെ? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ. എന്താണ് നോക്കിക്കുന്നേ? അഴിക്കട. ഒരു 40, ഒരു 38, 3, 36. നീ ഇതിനു മുമ്പൂടെ വന്നിട്ടില്ലേ? എന്തിനായിരുന്നു? കുത്തുകേസ്. ഇപ്പോഴോ? അത് തന്നെ. അപ്പൊ നിനക്കിതൊരു സ്ഥിരം തൊഴിലാണല്ലേ? കുത്തും വെട്ടൊക്കെ കൈ വെച്ചാ മതി. ഇവിടെ കിടന്ന് വാല് പൊക്കിയാലുണ്ടല്ലോ ഇടിച്ച് അസ്ഥിയാൻ ഇളക്കും. മര്യാദയ്ക്ക് നടന്നാൽ നിങ്ങൾക്ക് നല്ലത്. ഞങ്ങൾക്ക് അത്രയും പണി കുറഞ്ഞിരിക്കും. വേഷം കെട്ട് വല്ലത് ഉള്ളിൽ ഇരിപ്പുണ്ടെങ്കിൽ അതും കളഞ്ഞേക്ക്. അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞ് പോകുമ്പോ കയ്യും കാലവും നേരെ ചൊവ്വേ കാണില്ല. ഫയലെവിടെ? 914 പാവുണ്ണി മോഷണം. 915 ഉണ്ണികൃഷ്ണൻ. ഓഹോ, കൊലക്കേസാണല്ലേ? BSc ബോട്ടണി, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ. നീ വലിയ ഡിഗ്രിക്കാരാണല്ലേടാ. കൊള്ളാം. കോറി പാറ പൊട്ടിക്കുമ്പോ ഒരു ഡിഗ്രിയുടെ ബലമുള്ളത് നല്ലതാ. വെയിലിന്റെ ചൂടറിയില്ല. 916 മുകുന്ദൻ. 917 രാമദാസ് പോക്കറ്റടി. കേശവൻകുട്ടി, ഇവന്മാരെ 4 ബിയിലിട്ടേര്. ശരി സാർ. ഇവനെ ഈ വിദ്യാസമ്പന്നനെ സിയിലും. നാളെ കാലത്ത് മുതൽ പണിക്ക് പോണം. ഇപ്പൊ സെല്ലിലേക്ക് വെക്കൂ. പിന്നെ ഒരു കാര്യം, ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങൾ ആരായിരുന്നാലും അതങ്ങ് മറന്നു കളഞ്ഞേക്ക്. ഇവിടെ നിന്റെയൊക്കെ പേര് പോലും ആർക്കും ആവശ്യമില്ല. ഈ മതിൽക്കെട്ടിനകത്ത് ഞാൻ പറയുന്നതാണ് നിയമം. ചൊല്ലുവിളിക്ക് നിന്നാൽ പിഴച്ചു പോവാം. ഓർത്തോ? ഇതാണ് നിന്റെ ബെറ്റ്. ജയിലർ സാറ് പറഞ്ഞൊക്കെ ശരിക്കും കേട്ടല്ലോ. മര്യാദയ്ക്ക് നടന്നോ?
വന്ന് വന്ന് സർക്കാർ ആശുപത്രിയുടെ കണക്കായി ഇപ്പൊ ജയിലും. കട്ടിലൊഴിയുന്നതിന് മുമ്പ് അടുത്ത പാർട്ടി എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇതേ കണ്ടില്ലേ, മിനിഞ്ഞാന്നേ ഒരുത്തം പോയുള്ളൂ, അപ്പോഴേക്കും എത്തി. ഒന്ന് എഴുന്നേറ്റ് അവിടെ നിന്ന് നിന്നേ, ഞങ്ങൾ തന്നെ ഒന്ന് ശരിക്കും ആളട്ടെ. രാമുവേ, കണ്ടിട്ട് കുറച്ച് കൊള്ളാവുന്നിടത്താണെന്ന് തോന്നുന്നു. എന്താശാനെ പേര്? ഉണ്ണികൃഷ്ണൻ. എന്താ വകുപ്പ്? വായി നാക്കില്ലേ ചോദിച്ചു ഉത്തരം പറയാൻ? കൊല്ലങ്ങൾ കുറയാത്ത കഴിയേണ്ടതാ, കൊമ്പൊന്നും എടുക്കണ്ട. എന്തോന്നിലായിരുന്നു? രാഷ്ട്രീയമോ അതോ പെണ്ണുകേസോ? വല്ല പൂർവ്വ വൈരാഗ്യമോ കുടുംബ വഴക്കോ അതിർത്തി തർക്കമോ വല്ലതൊക്കെ ആയിരിക്കും, ആരറിഞ്ഞു? ആരെയാ തട്ടിയത്? ഒരു പോലീസുകാരനെ. കോടാശാനെ കയ്യ് വന്ന് കയറുമ്പോഴത്തേക്കും ഒരുത്തനായിട്ട് എറിഞ്ഞ് വാട്ടുന്നതിനും ഒരു അതിര്. മതിയടാ ചതികളെ. നീ ഇതൊന്നും കാര്യമാക്കണ്ട കൊച്ചനെ. വർത്തമാനത്തിലും നല്ലപ്പ കാണുമ്പോഴുള്ള ചൊറിച്ചിലേ ഉള്ളൂ ഇവന്മാർക്ക്. പാവത്തുങ്ങളാ. നിന്റെ കടക്കാരോട് നീ പുറത്തതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും നീ പൊറുക്കണമേ. പരീക്ഷകളിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും സ്തുതിയും മഹത്വന്നേക്ക് നിനക്കുള്ളതാകുന്നു എന്നതുകൊണ്ട് തിന്മോട്ടവനിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ഗുരുവായൂരപ്പാ, എല്ലാവരെയും കാത്തു രക്ഷിക്കണേ. അമ്മേ നാരായണ. ഇരുട്ട് വീണതേ അപ്പ തുടങ്ങും പിന്നെ മുഖം വിങ്ങാൻ. കല്യാണം കഴിഞ്ഞിട്ട് മാസം 3 ആയുള്ളൂ. ഈ പരുവത്തിൽ ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നതിന്റെ പൊറുതികേട് ജോസഫിയേട്ടന് മനസ്സിലാകുകയില്ല. ഇത് പ്രായം കിളുന്താ. നിന്റെ പെണ്ണും പിള്ള ഇപ്പൊ കിടന്ന് കാണുമോടാ രാമുവേ. നീ പടർന്നു പോകട്ടടാ രാമു. ഈ കൊച്ചു ലോകത്തിലും തെറ്റും കുറ്റവും നമുക്ക് ക്ഷമിക്കാൻ ഒക്കത്തില്ല. ആകെ കൂടെ പറ്റണ ഇങ്ങനത്തെ കൊച്ചു തമാശകളാ. നീ അങ്ങ് ക്ഷമിക്കേ. എടാ റഷീദേ, ഓ എന്റെ തങ്കക്കുടമേ, നേരത്തെ കിടന്ന് ഉറങ്ങി കളയല്ലേ മക്കളെ. സംഗതിയൊക്കെ കൊള്ളാം. ബാക്കിയുള്ളവർക്ക് കൂടെ കിടന്ന് ഉറങ്ങണം, പറഞ്ഞേക്കാം. കൊന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരുന്നോ പൂങ്കുയിലേ പെണ്ണാളെ, പൂങ്കുയിലേ പെണ്ണാളെ. കൊന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരുന്നോ പൂങ്കുയിലേ പെണ്ണാളെ, പൂങ്കുയിലേ പെണ്ണാളെ. അച്ഛൻ കാവില് പോയാല് അമ്മ വിരുന്ന് പോയാല്, അച്ഛൻ കാവില് പോയാല് അമ്മ വിരുന്ന് പോയാല്, ആടിപ്പാടാൻ പോരാമോ പൂങ്കുയിലേ പെണ്ണാളെ, പൂങ്കുയിലേ പെണ്ണാളെ. കൊന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരുന്നോ പൂങ്കുയിലേ പെണ്ണാളെ, പൂങ്കുയിലേ പെണ്ണാളെ.
ഒരുപാട് ദൂരേന്ന് വരിക സാറേ. രാവിലെ ബസ്സേ കയറിയതാ. 1 മിനിറ്റ് എന്റെ മകനെ ഒന്ന് കാണാൻ അനുവദിക്കണം. അവന്റെ ഭാര്യ തീരെ പാടില്ലാതെ കിടക്കുക. ഇന്നോ നാളെ ഒന്ന് അറിയാണ്ട് 1 മിനിറ്റ് മതി സാറേ. 614. എടോ ആ സീല് രാഘവൻ എവിടെയെന്ന്? പുള്ളി ഇന്ന് കോറി പോയിട്ടില്ല. ജയിലർ സാറിന്റെ വീട്ടിലെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്നു. ഇപ്പൊ അവിടെ പോയി ആര് വിളിച്ചുകൊണ്ടുവരാനാ? പോരാത്തതിന് അധികം പെണ്ണുമ്പിള്ളയുടെ മോന്തി കാണണം. തള്ള ഇപ്പൊ പറ്റത്തില്ല. പോയിട്ട് പിന്നെ അങ്ങനെ വാ. രാഘവേട്ടനെ ഞാൻ പോയി വിളിച്ചോണ്ടുവരാം സാറേ. വേണ്ടാ, പയറിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. ഏൽപ്പിച്ച ജോലി അങ്ങോട്ട് ചെയ്തേച്ചാ മതി. ദൈവത്തെ വിചാരിച്ചാക്കണം പറയില്ല സാറേ. ഇന്ന് പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? സാറേ എങ്കിലും ആ കാത്തു നിൽക്കായിട്ട് ബസ് സ്റ്റോപ്പും പലചരക്കാടും ഒന്നും അല്ല, ജയിലാ. തള്ളങ്ങ് പൊയ്ക്കോ. കഴിക്കുന്നില്ലേ? കഴിക്കാം. ഇന്നലെ രാത്രി ഫാമിലിയെ പറ്റിയോ കുത്തി സംസാരിക്കുന്ന കേട്ടല്ലോ. എന്താ? പറയാൻ വിഷമമുള്ളതാണെങ്കിൽ വേണ്ട, ചോദിച്ചില്ലാന്ന് കരുതിക്കോ. സോറി. പറഞ്ഞാലും പറയാണ്ടിരുന്നാലും ഒരുപോലെയാ. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമേ ആയുള്ളൂ. 7 ദിവസം ഒരുമിച്ച് ജീവിച്ചു. പിന്നെ കേസും ബഹളവും. ഇവിടെ വന്നിട്ട് ഇപ്പം 2 ആഴ്ചയായി. കള്ളു കുടിച്ചിട്ട് വീട്ടിൽ കയറി വന്ന് എൻ്റെ ഭാര്യ ഒരു തെമ്മാടി കടന്നു പിടിച്ചു. ഒറ്റയടിക്കവൻ താഴെ വീണു. അടുപ്പിലിരുന്ന് വിറകെടുത്ത് അവളും രണ്ടു കൊടുത്തു. മയങ്ങിക്കിടക്കുമെന്ന് കരുതി. കഴിവടവൻ മരിക്കുമെന്നാരറിഞ്ഞു. പെട്ടെന്നുള്ളൊരു ആവേശമായിരുന്നു. പക്ഷെ അതിന്റെ ശിക്ഷ ഇത്ര കടുത്തതാവുമെന്ന് കരുതിയില്ല. അപ്പോ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയെ നോക്കാൻ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും അല്ലേ? അവൾ വീട്ടിലുണ്ടായാലല്ലേ. പിന്നെ അവളും ഈ ജയിലിൽ തന്നെ, പെണ്ണുങ്ങളുടെ വാർഡില്. 2 പേരും ചേർന്ന് കരുതിക്കൂട്ടി കൊന്നതായിട്ടാണ് കേസ്. ഞങ്ങളുടെ വാദങ്ങൾ കോടതിയിൽ ആര് കേൾക്കാനാ? മരിച്ചുപോയവന്റെ ചേട്ടൻ ഭരണകക്ഷിയിലെ പെരും പുള്ളിയല്ലേ. കൊല്ലാൻ വേണ്ടി അടിച്ചതല്ല, ചത്തുപോകുമെന്ന് കരുതിയുമില്ല. ശിക്ഷ ഒപ്പമായിരുന്നു. 8 വർഷം. ഭാര്യയ്ക്കും? നിങ്ങൾ തന്നെ കാണാൻ ഒരു 10 മിനിറ്റ്, അതും അവന്മാരുടെ മുമ്പിൽ വെച്ച്. കഷ്ടം. ഇതിന്റെ രണ്ടിലൊന്നും അറിയാണ്ട് രാഘവൻ താഴെ ഇറങ്ങിയല്ലടാ. കാക്കിക്കകത്ത് കയറുമ്പോ നിനക്കൊക്കെ കൊമ്പ് മുളയ്ക്കുമ്പോടാ. അമ്മയും പെങ്ങന്മാരും മക്കളും ഒന്നും ഇല്ലാണ്ടാകുമോ? 19 മൈൽ എന്റെ അമ്മ ബസ്സിലിരുന്ന് വന്നതാ എന്നെ കാണാൻ, അതും ഈ വയസ്സുകാലത്ത്. കാണാൻ പറ്റില്ലെന്ന് പറയുന്നത് എവിടുത്തെ നിയമമാടാ? ഞാൻ നിന്റെ വീട്ടിലെ വാട്ടർ ടാങ്ക് കഴുകിക്കൊണ്ടിരുന്ന അവിടെ ഒന്ന് പറയണ്ടല്ലേടാ? നീ ചുമ്മാ കിടന്ന് വായിട്ടല്ലേ കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി പോടാ. വരികയിലടാ കഴിവേടാ മോനെ. കാത്തു നിന്നോളാന്ന് എന്റെ അമ്മ പറഞ്ഞില്ലേ? എന്റെ അമ്മ എന്നെ കാണുന്നതിനെക്കാട്ടിലും നിന്റെ വീട്ടിലെ വാട്ടർ ടാങ്ക് വൃത്തിയാക്കുന്നതും നിന്റെ ഭാര്യയുടെ അടിപ്പാവട കഴിയുന്നതാണല്ലേടാ നിനക്കൊക്കെ ആവശ്യം. കൊല്ലം കുറയായി ഞാൻ ഈ ചവിട്ടും തൊഴിൽ കൊള്ളുന്നു. തീരുമാനമായിട്ട് മതി ഇനി കാര്യം. പല പ്രാവശ്യം നീ തീരുമാനം എടുത്തതല്ലേടാ രാഘവ. വേഷം കെട്ടാതെ മര്യാദയ്ക്ക് ഇറങ്ങി പോടാ. മനസ്സില്ല. എന്തെങ്കിലും നിസ്സാര കാരണം മതി, അപ്പ തുടങ്ങും മോളിൽ കയറി സമരം. കുറെ കഴിയുമ്പം താനേ ഇറങ്ങും, ഇല്ലെങ്കിൽ അവന്മാര് പിടിച്ചിറക്കും. രാഘവ, വെറുതെ എന്റെ കൈക്ക് ജോലി ഉണ്ടാക്കരുത്. ഇറങ്ങി പോടാ. തന്റെ തള്ളയാൾ തന്നെ കാണാൻ വന്നിരുന്നെങ്കിൽ അപ്പോഴറിഞ്ഞിരുന്ന താൻ അതിന്റെ ദണ്ണം. മനസ്സിലെന്ന് പറഞ്ഞില്ലേടാ? ആദ്യം സമാധാനം പറയും. ഇത്തവണ രാഘവൻ രണ്ടും കൽപ്പിച്ചേച്ചാ. ഇറങ്ങി വരാൻ. താനല്ല തന്റെ മുകളെല്ലാം വലിയ തമ്പുരാൻ വന്നാൽ ഞാൻ ഇറങ്ങില്ലടാ. ആദ്യം സമാധാനം പറയടാ. ഞാൻ അങ്ങോട്ട് കയറി വരും. അപ്പച്ചാടി ഞാൻ താഴേക്ക്. നീ താഴേക്ക് ആടിയ എന്റെ മേലല്ലേ നോക്കുന്നത്. വരട്ടാടാ, ഇറങ്ങി വരാൻ. ഇടപ്പുറം എന്നാ നിന്നെ ഇറക്കാമെന്ന് ഞാൻ നോക്കട്ടെ. ഇവിടെ വച്ചതാ. കേരളെന്ന് പറഞ്ഞ് കേട്ടില്ലേടാ? എടാ വേണ്ട, എടാ കേറണ്ട. കേറണ്ടല്ലേ പറഞ്ഞത്? എടാ കേറണ്ടടാ. എടാ കേറണ്ടെന്ന് പറഞ്ഞില്ലേ? എടാ ഞാൻ ചാടും. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരുന്നോ പൂങ്കുയിലേ പെണ്ണാളെ, പൂങ്കുയിലേ പെണ്ണാളെ. ശവം വീട്ടിലെത്തിക്കുമോ അതോ ഇവിടെ ദഹിപ്പിക്കുമോ? വെട്ടിക്കേറിയത് വീട്ടുകാർ കാണുന്നതിലും ഭേദം ഇവിടെ ദഹിപ്പിക്കുന്നതാണ് നല്ലത്. ഈ കാട്ടാളന്മാർ എന്ത് ചെയ്യുമോ എന്തോ.
ബാലനെ കാണാനായി പുറപ്പെടുമ്പോൾ തുളസി കണ്ണീരോടുകൂടി ചോദിച്ചു എപ്പോൾ തിരിച്ചു വരുമെന്ന്. ഞാൻ പറഞ്ഞു 3-ാം ദിവസമെന്ന്. ഇനിയും ആ ദിവസമായിട്ടില്ല. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലാണ് വയ്യ അത് ഓർക്കാൻ കൂടി. തുളസിക്ക് സുഖമല്ലേ എന്ന് ചോദിക്കാൻ ധൈര്യമില്ല. സുഖമായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എനിക്ക് വേണ്ട മോളെ, ഒന്നും പറയാതിരിക്കുകയാണ് നല്ലത്. ഇത്രയും വർഷങ്ങൾ ഇവിടെ കഴിച്ചുകൂട്ടണമെന്ന് ഓർക്കുമ്പോൾ എന്നെക്കാൾ കൂടുതൽ ദുഃഖങ്ങൾ കടിച്ചമർത്തി കഴിയുന്നവരാണ് പലരും എന്നത് മാത്രമാണ് ഒരു ആശ്വാസം. ഓട്ടെ, വിധിയെ പഴിച്ചിട്ട് എന്ത് കാര്യം? മാസത്തിലൊരിക്കൽ എന്നെ വന്ന് കാണാം. 10 മിനിറ്റ് അനുവദിക്കും. തുളസി വരുന്ന ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണിനി. നിർത്തട്ടെ. എന്റെ സ്നേഹാന്വേഷണങ്ങൾ അച്ഛനെ അറിയിക്കുക. തുളസിയുടെ ഉണ്ണിയേട്ടൻ. ഒരു ചെലവ് ചെയ്യണം. ഓഫീസിൽ ഫീമെയിൽ വാളുടെ മേട്ടൻ തങ്കമ്മ പറയുന്നത് കേട്ടതാ. ഒന്നും അറിയാത്ത പോലെ അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ? എടാ, നിന്റെ പെണ്ണും പിള്ളക്ക് വയറ്റിലുണ്ടെന്ന്. 7 ദിവസമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും നീ പണി പറ്റിച്ചല്ലോടെ രാമുവേ. അങ്ങനെ ആണുങ്ങള്. എന്താ ഇഷ്ടം മുഖമല്ലാണ്ട്? ഇങ്ങോട്ട് വന്നപ്പോ കണ്ട പ്രസാദമൊന്നും പിന്നെ കാണാനില്ലല്ലോ. ഒരച്ഛനായെന്ന് വെച്ചാൽ അതും ആദ്യമായിട്ട് സന്തോഷിക്കല്ലേ വേണ്ടത്. ഇന്നത്തെ ഒരു ദിവസമെങ്കിലും മനസ്സ് തുറന്ന് ചിരിക്കണ്ട രാമു. ആദ്യം കേട്ടപ്പോ സന്തോഷം തോന്നി. പക്ഷെ പിന്നെ അവിടെ ജയിലിൽ അവൾ ഒറ്റയ്ക്ക്, ഒന്ന് കാണാൻ പോലും കഴിയാതെ. കാണാൻ അനുവാദം ചോദിക്കായിരുന്നില്ലേ? കണ്ടിട്ട് 15 ദിവസമേ ആയുള്ളൂ. ഇനി അടുത്ത മാസമേ അനുവദിക്കൂ. ആ കുഞ്ഞിനെ അവൾ ജയിലിൽ പ്രസവിക്കും. ഞങ്ങളുടെ ശിക്ഷ കഴിഞ്ഞ് പോകുന്നതുവരെ ആ കുഞ്ഞ് ജയിലിൽ തന്നെ വളരും. അറിഞ്ഞോ അറിയാതെയോ ചെയ്ത കുറ്റത്തിന് ഞങ്ങൾ ശിക്ഷ അനുഭവിക്കുന്നു. പക്ഷെ എന്ത് കുറ്റം ചെയ്തിട്ടാ എന്റെ കുഞ്ഞ് 7 വർഷം ജയിൽ പുള്ളിയായി കഴിയേണ്ടത്? $417, 897, 897. രാമ എവിടെടാ? എവിടെന്ന്? പണി കഴിഞ്ഞ് വരുമ്പോഴും ഉണ്ടാകുന്നവരും അവിടെ ഉണ്ടായിരുന്നു. കുളിക്കുമ്പോഴവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പൊ എവിടെടാ? അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്ത്? രാമുവിനെ കാണാനില്ലെന്നോ? ഇതിപ്പോ നാണക്കിഴവിനെന്നാണോ? ഒരു ഊപ്പച്ചെറുക്കൻ നദിയപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ നിനക്ക് ആക്കിയിട്ട് നടക്കുന്നത് തിരക്കാനാണോ? അവൻ ഈ കോമ്പൗണ്ട് വിട്ട് എങ്ങും പോയി കാണില്ല. ഇമ്പോസിബിൾ. ചെല്ല്, ഇരിച്ച് വേറെ എല്ലാവരും തപ്പി നോക്ക്. അവനെ പിടിച്ചിട്ടുള്ളൂ ഇനി ബാക്കി കാര്യങ്ങൾ. മുകളിലുള്ളവരെങ്ങാനും ഇതറിഞ്ഞാൽ താൻ ആ സ്ത്രീകളുടെ വാടി പോയി തങ്കമ്മോട് പറഞ്ഞിട്ട് അവന്റെ ഭാര്യ വിളിച്ചോണ്ടോ. ആ സമയമായതുകൊണ്ട് സാറിന്റെ എഴുത്ത് വേണമെന്ന് തങ്കമ്മ പറഞ്ഞാലോ? ഞാൻ പറഞ്ഞു പോയി പറയണോ? ഇത് ഞാനാ. അയ്യോ രാമേട്ട, എന്താ ഈ നേരം? ഗീതേ, നമുക്ക് ഈ കുഞ്ഞ് വേണ്ട ഗീതേ.
ചേട്ടാ രാവുവിനെ പിടിച്ചു കാണും. നിങ്ങളൊക്കെ മനുഷ്യരാണോ സാറേ? പൊട്ടി മിണ്ടാതിരിക്കെ ഇല്ലെങ്കിൽ നിനക്കും കിട്ടും. You bloody bastard! ഗർഭിണിയായ ഭാര്യ ഒന്ന് കാണാൻ പോയി നിങ്ങളാണോ അവിടെ അടിക്കുന്നത്? തന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ താൻ കാണാൻ പോകില്ലേ? ജയിലിനകത്ത് വന്നു തനിക്കൊക്കെ എന്ത് ചെയ്യാമെന്നാണോ? എന്താ വിദ്യാസമ്പന്നൻ വളരെ ഗൗരവത്തിലാണെന്ന് തോന്നുന്നു. സാർ ഇത് കണ്ടോ സാറേ? ഇത്ര മനുഷ്യരില്ല. വാ തുറന്നാ നിന്റെ എല്ലാവരൊന്നും റാസ്കൽ. പഠിച്ചവനാണെന്ന് കരുതി അല്പം മര്യാദ തന്നാൽ നീ ലോ പോയിന്റ് സംസാരിക്കുന്നല്ലടാ. എന്റെ അടുത്ത് കളിച്ചാവണല്ലോ. താൻ എന്ത് ചെയ്യണോ? കൊല്ലുവോ? കൊല്ലണോ? എന്നിട്ട് വെട്ടിക്കറി തിന്നല്ലാരും കൂടെ. ഉണ്ണി, തന്നെ കാണാൻ ഒരു പെൺകുട്ടി വന്നിരിക്കുന്നു. തുളസിയായിരിക്കും. തുളസി, എപ്പോ വന്നു? കുറെ നേരമായി പുറത്ത് കാത്തിരിക്കുന്നു. രാവിലെ പുറപ്പെട്ടതാ. വെളുപ്പിന് ഒറ്റയ്ക്കോ? അച്ഛനുണ്ട് ഇവിടെ. പുറത്ത് ഒരാൾക്കെ വരാൻ പാടുന്നു പറഞ്ഞു. അച്ഛന് തീരെ വയ്യ. ജോലിക്ക് പോണില്ലേ? കൊഴുപ്പ് മാത്രം. അപ്പൊ വീട്ടിലെ കാര്യങ്ങളോ? ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോകും. കൂലിപ്പണിക്കും വിറക് പെറുക്കാനും. ഉണ്ണിയേട്ടന് സുഖമാണോ? എനിക്ക് സുഖമാണ്. ഉണ്ണിയേട്ടന് ഓർത്തുള്ള സങ്കടമുണ്ടോ? വീട്ടിലുണ്ടാക്കിയതാ പലഹാരം. നല്ല മധുരമുണ്ട്. ഇനിയും തുളസിയെ കാണാൻ ഒരു മാസം കൂടെ കാത്തിരിക്കണം. അതുവരെ മതി മതി, ബാക്കി അടുത്ത മാസം പറയാം.
പോട്ടെ. നിനക്കൊന്ന് അമ്മ മറിയണം കണ്ണോടെ പോലെ വിടാൻ 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 നീ ഈ രാത്രി മുഴുവൻ ഇങ്ങനെ തന്നെ ഇരിക്കാൻ പോവുകയാണോ? നീ ഇതിനകം ഇങ്ങനെ ഒരു ലോകമാണ്. ഒക്കെ ചെന്നായിക്കള. കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ കഴിയുമെങ്കിൽ ഇവിടെ വരാതെ നോക്കണം. അതാണ് ബുദ്ധി. 7.5 കൊല്ലമായി എന്നെ കാണാൻ ആരെങ്കിലും വന്നിട്ട് ഒരു മോനും മോളുമാണ് എനിക്ക്. കാണാൻ ആശയില്ലാഞ്ഞിട്ടല്ല, ആ വിഷമം നമ്മൾ സഹിച്ചാൽ മതിയല്ലോ. നോക്ക്, ഇതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചാൽ തല പുകഞ്ഞു പോകും. ആലോചിക്കാതിരിക്കുന്നതാണ് ഭംഗി. എന്താ ഉണ്ണി കാലത്തെ കാര്യമായിട്ട് എഴുത്തൊക്കെ? തുളസിക്ക ഇനി എന്നെ കാണാൻ വരരുതെന്ന്. ഇനി അവൾ വന്നാൽ എന്തെങ്കിലും സംഭവിക്കും. അതെനിക്ക് താങ്ങാൻ കഴിയില്ല. ഇന്നലെ എനിക്ക് വന്ന ദേഷ്യത്തിൽ ഞാൻ അവനെ കൊല്ലേണ്ടതായിരുന്നു. ദാഹിച്ചിട്ട് കുറച്ച് വെള്ളമല്ലേ ചോദിച്ചത്? ഞാൻ എന്റെ ജോലി ചെയ്യാനാണ് വന്നിരിക്കുന്നത്, നിങ്ങളുടെ ജോലി ചെയ്യാനല്ലേ? തരാമെന്ന് പറഞ്ഞിട്ടാ പട്ടി. എന്താടാ പറഞ്ഞത്? പട്ടി എന്നോട് ഉണ്ണികൃഷ്ണൻ എവിടെയാണ്?
റെഡിയാണോ? എന്റെ ഉണ്ണിയേട്ടന് അച്ഛൻ്റെ നില പിന്നെയും മോശമായി. കിടപ്പ് തന്നെ എപ്പോഴും. വൈദ്യരെ കാണിച്ചു, മരുന്നിന് കുറച്ച് തന്നു. ഞാൻ ദിവസം കൂലിപ്പണിക്ക് പോകുന്നുണ്ടെങ്കിലും കിട്ടുന്നത് ചെലവിന് തന്നെ കഷ്ടിയാണ്. ചികിത്സയുടെ കാര്യം വിധി പോലെ നടക്കും. ഇതൊന്നും വായിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത് കേട്ടോ. എനിക്കിതൊക്കെ പറയാനും എഴുതാനും എൻ്റെ ഉണ്ണിയേട്ടൻ മാത്രമല്ലുള്ളൂ. എഴുതി കഴിയുമ്പോൾ നിങ്ങളെ കാണാൻ ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരാ? എനിക്കറിയത്തില്ല. കിടപ്പിലാണെന്ന് തുളസി എഴുതിയിരുന്നല്ലോ. ശരി, അവൾ അറിയാതെയാ പോകും. അറിഞ്ഞാൽ സമ്മതിക്കില്ല. സമ്മതിച്ചിട്ട് പോരാൻ ഈ ജന്മത്തിന് പറ്റുമെന്നും തോന്നുന്നില്ല. ഇന്നോ നാളെയോ ഏറിയ മറ്റന്നാ വരെ അത്രേ ഉള്ളൂ. ഇനി അമ്മ കണ്ടിട്ട് 3 കൊല്ലം കഴിഞ്ഞു. സാറ് പുറത്തു വരാൻ ഇനി എത്ര കൊല്ലം? മീനാക്ഷി മരിച്ചതിൽ പിന്നെ ജീവിച്ചതേ തുളസിക്ക് വേണ്ടിയാ. സാറിനറിയാവല്ലോ, തുളസിയുടെ കാര്യം ഓർക്കുമ്പോഴാ എന്റെ ചങ്ക് പിടയ്ക്കുന്നത്. എന്റെ കാലം കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ ആരുണ്ടവിടെ? സാർ പുറത്തു വരുന്നത് വരെ അവൾ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ കഴിഞ്ഞാൽ തന്നെ സാറ് വരുമ്പോഴേക്കും അവൾക്ക് 10-27 വയസ്സാകും. അവളുടെ തലയിലെഴുത്താതായിപ്പോയി. ആർക്കെന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ വരരുതെന്ന് പറഞ്ഞ് സാർ എഴുതിയ കത്ത് അവളെടുത്ത് വായിക്കും എപ്പോഴും. എന്നിട്ടിരുന്ന് കരയും. അത് കണ്ട് വിങ്ങിപ്പൊട്ടാനല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ചാകുന്നതിന് മുമ്പ് സാറിനെ ഒന്ന് കാണണമെന്ന് വലിയ ആശയായിരുന്നു. അതും സാധിച്ചു. ഇനി ഒരു പ്രാവശ്യം വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തുളസിയുടെ കാര്യം വന്ന് സാറേ, എനിക്കിപ്പോ ഒന്നും ആലോചിക്കാനുള്ള കഴിവില്ലാണ്ടായി. അമ്മ ഞാൻ അയ്യോ, സ്വപ്നത്തിൽ പോലും ഞങ്ങൾ സാറിനെ കുറ്റം പറയില്ല. ഒന്ന് മാത്രം എനിക്ക് ഉറപ്പുണ്ട്, എന്റെ മരണം സമാധാനത്തോടുകൂടി ആവില്ല. സമയമായി. അങ്ങനെ ജോസഫ് ആശാൻ അവസാനം രക്ഷപ്പെടുന്നു. എത്ര കൊല്ലം ഇവിടെ കടിച്ചു പിടിച്ച് കഴിഞ്ഞിട്ടാടാ ഈ മോഷം? 10 കൊല്ലം. നാളെ രാവിലെ ഇവിടുന്ന് വിട്ടാൽ എപ്പോഴെത്തും വീട്ടില്? വൈകുന്ന പാട്. അപ്പോ നാളെ ആശാന്റെ കിടപ്പൊക്കെ വീട്ടിലായിരിക്കും. ആ കിടപ്പോ? നാളെ ചേട്ടന് ശിവരാത്രിയല്ലേ? അമ്പോ, നാളെ ചേട്ടത്തിയുടെ പാട് കഷ്ടത്തിലാണേ. പോയിട്ട് വരട്ടെ സാർ. പോയേച്ചാ മതി, വരാമെന്ന് പറയണ്ടോ? എന്റെ അളവിന് ലഭിച്ച പാൻറ്റായത്. ഇപ്പൊ ഇവന്റെ ലക്ഷണം കണ്ടില്ലേ? എന്നെപ്പോലെ 2 പേർക്ക് കയറാം ഇതിനകത്ത്. ചേട്ടൻ യാത്രയാണല്ലേ? അതെ, ഞാൻ നിന്നെ അകത്ത് തിരക്കി. അപ്പോഴാണ് റഷീദ് പറയുന്നത് നീ ഇവിടെ ഉണ്ടെന്ന്.
ഞാൻ ചേട്ടനെ കാത്തിരിക്കുകയായിരുന്നു. അതെയോ? എന്നാ ഞാൻ പോട്ടെ മോനെ. ചേട്ടന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്കൊരു സഹായം ചെയ്യൂ. പോകുന്ന വഴിക്കല്ലെന്നറിയാം, എന്നാലും ഒരു 2 മണിക്കൂർ കൂടെ യാത്ര ചെയ്താൽ ഈ കത്ത് തുളസിയെ ഏൽപ്പിക്കാം. എത്ര കാലമെന്ന് കരുതി ആ പാവം കാത്തിരിക്കുക. ഞാൻ ജയിലിൽ നിന്ന് വരാറാവുമ്പോഴേക്കും തുളസിക്ക് 10-27 വയസ്സാവും. അവളുടെ നല്ല പ്രായം എല്ലാം കഴിഞ്ഞു പോകും. സ്നേഹത്തിന്റെ പേരിൽ ആ പെൺകുട്ടിയുടെ യൗവനം നശിപ്പിക്കുന്ന എനിക്കിഷ്ടമല്ല. അത് വലിയ ക്രൂരതയാണ്. അതുകൊണ്ട് അവൾക്കൊരു നല്ല ജീവിതം വേണ്ട ചേട്ടാ. അവളുടെ അച്ഛനാണെങ്കിൽ തീരെ കിടപ്പില്ല. നാളെ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ കുട്ടിയുടെ ഗതി എന്താവും? ഞാൻ പുറത്തു വരുന്നതുവരെ അവൾക്ക് ഒറ്റയ്ക്ക് കഴിയാൻ പറ്റും. എനിക്ക് വേണ്ടി ഇനിയും കാത്തിരിക്കാതെ വേറെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ ഈ കത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഉണ്ണി, ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് ചിന്തിച്ചതിന് ശേഷമായി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. എനിക്ക് എന്റെ തുളസിയെ ജീവനെ പോലെ സ്നേഹം. അതുകൊണ്ടാണ് ചേട്ടൻ എന്നെ സഹായിക്കണം. ഈ കത്തൊന്ന് അവൾക്ക് കൊടുക്കണം. കൊടുത്താൽ മാത്രം പോരാ. പാവം, അവൾ എട്ടും പൊട്ടും തിരിയാത്തൊരു നാടൻ പെണ്ണ്. അവളിതിന് പെട്ടെന്ന് സമ്മതിക്കില്ല. ചേട്ടൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം, സമ്മതിപ്പിക്കണം. സ്വന്തം മോളാണെന്ന് കരുതി. കാത്തിരുന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ 2 മണിക്കൂറിന് വലിയ വിലയാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. എന്നാലും ചേട്ടനെ വിട്ട ഇക്കാര്യം ഏൽപ്പിക്കാൻ എനിക്ക് വേറെ ആരുമില്ല. ഞാൻ ജയിലിലേക്ക് വരുമ്പോൾ എൻ്റെ മോന് 17 വയസ്സാണ്. പ്രായം കൊണ്ടല്ലെങ്കിലും രൂപം കൊണ്ട് അവൻ ഇപ്പോൾ നിന്റെ എത്ര ഉണ്ടാവും. നിനക്ക് വേണ്ടി ഞാൻ പോകാം. 2 മണിക്കൂറല്ല, 2 ദിവസം വേണ്ടി വന്നാലും ഞാൻ പോകാം. നിങ്ങൾക്കൊരു കത്ത്. ജോസഫ് ഏട്ടൻ തുളസിക്ക് എന്റെ കത്ത് കൊടുത്തു. വായിക്കുന്നില്ലേ? വായിക്കാമായിരുന്നു. പക്ഷേ വായിച്ചിട്ട് വീണ്ടും ഭ്രാന്തനെ പോലെ എന്തെങ്കിലും ചെയ്തു പോകുമോ എന്ന പേടിയായിരുന്നു എനിക്ക്. തുളസിയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എല്ലാം തകർത്തിട്ട് അവളുടെ അടുത്തേക്ക് ഓടിയെത്ര മുതൽ ഫീലിംഗ്. ഇത്രയും സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എങ്ങനെ 10 കൊല്ലം അവിടെ കഴിഞ്ഞു? എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. എങ്ങനെയോ വർഷങ്ങൾ കടന്നുപോയി. ആരും കാണാതെ ഒറ്റയ്ക്ക് കിടന്ന് ഞാൻ കരഞ്ഞ രാത്രികൾ, ഞാൻ അനുഭവിച്ച വേദനകൾ, ഓരോ ശ്വാസത്തിലും ഓർമ്മിക്കാനുണ്ടായിരുന്നത് ഒന്ന് മാത്രം, തുളസി. എന്റെ തുളസി. എന്നിട്ട് എപ്പോഴാണ് വെളിയിൽ വന്നത്? ഇന്നലെ വൈകിട്ട് 4 ദിവസം മുമ്പ് ജയിലർ വിളിപ്പിച്ചു. ഇന്നലെ എന്നെ വിടുമെന്ന് പറയാം. പെട്ടെന്ന് എനിക്കെന്തോ തോന്നി. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടെന്ന് ഞാൻ എഴുതിയത് വാസ്തവമാണെങ്കിലും പുറത്തു വിടുമെന്നറിഞ്ഞപ്പോൾ എന്റെ മനസ്സിലൊരു അൽപാശ. Again that urge that she should be mine. ഞാൻ തുളസിക്കൊരു കത്തെഴുതി. തുളസിക്ക് എന്റെ തുളസി എന്ന് എഴുതുവാനാണ് ആദ്യം തുനിഞ്ഞത്. സ്വയം തിരുത്തി. ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ വിളിക്കുവാൻ എനിക്ക് അവകാശമുണ്ടോ? അറിയില്ലല്ലോ. സ്വന്തം വഴി തിരഞ്ഞെടുക്കുവാൻ ഞാൻ വർഷങ്ങൾക്ക് മുൻപേ തുളസിക്ക് അനുവാദം തന്നതാണ്. വർഷങ്ങൾക്ക് മുൻപ് പൂർണ്ണ മനസ്സോടെ. 3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഞാൻ
എന്നെ ജയിലിൽ നിന്ന് വിടും. എനിക്കതെങ്ങനെ പറയണമെന്നറിയില്ല. മനസ്സിന്റെ ഒരു കോണിൽ നിന്ന് ആരോ മന്ത്രിക്കുന്നു. തുളസി കുടുംബമായി, കുട്ടികളും ഭർത്താവും ഒക്കെയായി സന്തോഷത്തോടെ കഴിയുന്നു. ഈശ്വര, അതായിരിക്കട്ടെ ശരി. എങ്കിൽ ചിലപ്പോൾ ഈ കത്ത് തുളസിക്ക് കിട്ടിയെന്നേ വരില്ല. കിട്ടിയാൽ പോലും സാരമാക്കരുത്. കീറിക്കളഞ്ഞേക്കൂ. അതോടൊപ്പം എല്ലാം മറന്നേക്കൂ. എന്നെന്നും സന്തോഷമായി സൗഭാഗ്യത്തോടെ കഴിയും. മനസ്സിന്റെ മറ്റൊരു കോണിൽ നിന്ന് എന്റെ സ്വാർത്ഥത ചോദിക്കുന്നു. അങ്ങനെയല്ലെങ്കിലോ എന്ന് എനിക്കറിയില്ല. ഏതാണ് ശരിയെന്ന്. ഏതുമാവട്ടെ, ഇവിടെ നിന്ന് വിടുന്ന ദിവസം തുളസിയുടെ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും വണ്ടിയിൽ ഞാനുണ്ടാവും. എന്നും നമ്മൾ ഒരുമിച്ച് കൂടാറുള്ള തണൽ മരത്തിന് മുന്നിലൂടെ വണ്ടി കടന്നു പോകുമ്പോൾ ഞാൻ തുളസിയുടെ കൃഷ്ണശിലയ്ക്ക് നേർക്ക് നോക്കും. തുളസി ഇപ്പോഴും സ്വതന്ത്രയാണെങ്കിൽ, എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ, അങ്ങനെ ആവണേ എന്നും ആവരുതേ എന്നും എൻ്റെ മനസ്സ് ഒരേ സമയം കേഴുന്നു. ആ മരച്ചുവട്ടിൽ കൃഷ്ണശിലയുടെ മുന്നിൽ ഒരു വിളക്ക് കൊളുത്തു വെക്കൂ. ഞാൻ അവിടെ ഇറങ്ങാം. തുളസിയുടെ അടുത്തേക്ക് ഓടിയെത്താം. ഇല്ലെങ്കിൽ വണ്ടി അവിടെ എത്തുമ്പോൾ എൻ്റെ ആത്മാവിൻ്റെ ഓരോ അണുകൊണ്ടും തുളസിക്ക് നല്ലത് മാത്രം വരാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കടന്നുപോയിക്കോളാം. സ്വന്തം ഉണ്ണിയേട്ടൻ. തുളസിയെ കാണാനാണോ നിങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്? അവരിപ്പോഴും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അറിഞ്ഞോടാ. റോഡിന്റെ ഏത് ഭാഗത്താണ് മരം? എനിക്കറിയാം, ആ സൈഡിൽ അതാ അവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞത്. എന്താ മോളെ? തുളസി ചേച്ചി അവിടെ ഉണ്ടാവണേ. മോള് പ്രാർത്ഥിക്കുകയായിരുന്നു. അതെ.
കൊമ്പത്തോരു ഞാലിലാടി മുന്നിച്ച് രണ്ടോമൽ പൈങ്കിളികൾ മുന്നാണ് കുന്നിന്റെ ഓമണകൾ കാടിന്റെ കിങ്ങിണികൾ തന്നനം താനം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു ഞാലിലാടി മുന്നിച്ച് രണ്ടോമൽ പൈങ്കിളികൾ പൊന്നാണം കുന്നിന്റെ ഓമണകൾ കാടിന്റെ കിങ്ങിണികൾ തന്നനം താനം താളത്തിലാടി മന്ദാരക്കൊമ്പത്തോരു